الحمد لله رب العالمين الصلاة والسلام عليك وعلى صاحبيك يا سيدي يا رسول الله مع الآل والأصحاب المكرمين عند الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون صدق الله العظيم كل المسلم على المسلم حرام دمه وماله وعرضه صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. പ്രിയപ്പെട്ടവരെ, ഉച്ചഭാഷണിയും ഖുത്ബയും എന്ന വിഷയത്തിൽ വിശാലമായ ഒരു ചർച്ചയാണ് ഈ പരിപാടി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ആരെയെങ്കിലും ഇകഴ്ത്തലോ ആരോടെങ്കിലും തർക്കിക്കലോ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നില്ല. ഈ വിഷയത്തിൽ ജാമ്യം മാന്യമായ ഒരവലോകനം കേൾക്കാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഉപകരിക്കുമെന്നത് തീർച്ചയാണ് ഇൻഷാ അല്ലാഹ്. ഒരു സമഗ്രമായ ചർച്ചക്കൊടുവിൽ അല്ലറ ചില്ലറ സംശയങ്ങൾ സ്വാഭാവികമാണ്. ഉറങ്ങുന്നവരെ ഉണർത്താൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. ഈ വിഷയത്തിൽ ഇടപെടാൻ പല ജാതി പ്രലോഭനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധയിൽപ്പെടുന്നത് വർഷങ്ങളായി. അന സഈമുൻ ബിബൈത്തിൻ ഫീ റബ്ദിൽ ജന്നത്തി ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖ. പറയുന്നത് സത്യമാണെന്ന ബോധ്യമുണ്ടെങ്കിൽ തന്നെ തർക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്ക് സ്വർഗത്തിന്റെ നടുത്തളത്തിൽ തന്നെ ഒരു ഭവനം കൊണ്ട്, വസതി കൊണ്ട് ഞാൻ ഉറപ്പു നൽകുന്നു, ജാമ്യം നൽകുന്നു എന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തോടുള്ള ആദരവ് കാരണം എന്ത് വില കൊടുക്കേണ്ടി വന്നാലും തർക്കത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന ഇടക്കാലത്തെടുത്ത ഉറച്ച തീരുമാനം എന്നെ നിശബ്ദനാക്കുകയായിരുന്നു. എന്നാൽ സുന്നികളുടെ സ്പീക്കർ ഖുത്ബയിൽ പങ്കെടുക്കുന്നതിലും നല്ലത് വഹാബികളുടെ ജുമാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് എന്ന് വിളംബരം ചെയ്യുന്ന ഒരു ഓഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ചിലർ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അവരുടെ എല്ലാ മോസ്കുകളിലും സ്പീക്കറിൽ തന്നെയാണ് ജുമാ സമ്മേളനം നടത്തപ്പെടാറുള്ളത്. ഇക്കാലമത്രയും മുസ്ലിമീങ്ങൾ അറബി ഭാഷയിലാണ് ഖുത്ബ നിർവഹിച്ചു പോകുന്നത്. അത് അവിതർക്കിതമായ ഖുത്ബയുടെ അവിഭാജ്യ ഘടകമാണ് താൻ. ഇതിന് വിരുദ്ധമായി ഷർത്തുകൾ പാലിക്കപ്പെടാത്ത നിലക്ക് പരിഭാഷാ ഭാഷണമാണ് അവർ നടത്തി വരാറുള്ളത്. അവർ കാഫിറുകളാണെന്ന് പ്രസ്താവിക്കുന്നില്ലെങ്കിലും ഒരു വിശ്വാസിയെ റിദ്ദത്തിലേക്ക്, കുഫറിലേക്ക് നയിക്കുന്ന പല വിശ്വാസങ്ങളും വാദങ്ങളും വെച്ചു പുലർത്തുന്നവരും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണവർ. ثلاث من كن فيه وجد حلاوة الإيمان أن يكون الله ورسوله أحب إليه مما سواهما وأن يحب المرء لا يحبه إلا لله وأن يكره أن يعود إلى الكفر كما يكره أن يقذف في النار. ഖൽബിൽ ഈമാൻ കടന്നുവെന്നതിന്റെ അടയാളമാണ് കുഫറിന്റെ ആശയങ്ങളോട് അതിരില്ലാത്ത വെറുപ്പുണ്ടാവുക എന്നത്. ആരെന്ത് വ്യാഖ്യാനിച്ചാലും വസ്തുത ഇതായിരിക്കെ സുന്നികളെക്കാളും അവരുടെ ജമാഅത്തിന് മഹത്വം കാണുന്നതിന്റെ പ്രത്യേക പ്രേരക ഘടകം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സ്പീക്കർ ഖുത്ബയോടുള്ള വിരോധമാണെങ്കിൽ അത് തന്നെയല്ലേ അവിടെയും നടക്കുന്നത്? ഇത്രയും വൈകാരികമായ ഇടപെടലുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉച്ചഭാഷണിയുടെ വിഷയത്തിൽ സമഗ്രമായ ഒരു ചർച്ച അനിവാര്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കും അഇമ്മത്തിന്റെ ഉദ്ധരണികളും ആധികാരിക രേഖകളും ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ടായിരിക്കും ചർച്ചയുടെ പ്രയാണം. പണ്ഡിതന്മാർക്കിടയിൽ വിയോജിപ്പില്ലാത്ത ഒരു സമാനം ഈ ഉമ്മത്തിൽ കഴിഞ്ഞുപോയിട്ടില്ല. അത്തരം വിയോജിപ്പുകൾ ഈ ഉമ്മത്തിന്റെ അഭിമാനമായാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത്. അൽ അവായിദുദ്ദീനിയയിൽ മഹാനായ ശാലിയാത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. أن اعتراض بعض العلماء على بعض وتغليطهم لإظهار الصواب ليس من التنقيص المذموم. സത്യം വെളിപ്പെടുത്തുക എന്ന ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടി ഉലമാക്കൾക്കിടയിൽ നടന്ന തർക്കങ്ങളും ചർച്ചകളും ആക്ഷേപാർഹമായ അവഹേളനത്തിൽ കൊച്ചാക്കലിലും പെട്ടതല്ല. فإن قصدهم بذلك بيان وجه الصواب. قال أبو القاسم الرافعي رضي الله عنه من لطف الله تعالى على هذه الأمة وما خصها من الكمالات ألا يسقط على غلط غيره.
മറ്റുള്ളവരുടെ പിഴവിന്റെ മേൽ നിശബ്ദരാവാതിരിക്കുക എന്നത് ഈ ഉമ്മത്തിനിക്ക് അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹവും മറ്റു ഉമ്മത്തുകളെ അപേക്ഷിച്ച് ഈ ഉമ്മത്തിന്റെ ചില പ്രത്യേകതകളിലും പെട്ടതാണെന്ന് അബുൽ ഖാസിം റാഫഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. തുടരുന്നു, വമാ സാലത്തിൽ ഉലമാഉ ഖദീമുൻ വഹദീസൻ യുഖാലിഫുൽ മഫ്ളൂല മിൻഹുൽ ഫാദിൽ. പണ്ഡിത ലോകത്തെ എക്കാലത്തുമുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അവരിൽ നിന്ന് ഉന്നത വ്യക്തിത്വങ്ങളോട് അത്രയില്ലാത്തവർ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയതായി കാണാവുന്നതാണ്. അവരിൽ നിന്നുള്ള ഉന്നതരോട് അവരുടെ മർത്തബയിൽ നിന്ന് താഴെയുള്ളവർ തിരുത്തിയതായും ചരിത്രം സാക്ഷിയാണ്. മറ്റെല്ലാറ്റിനോടുമുള്ള കടപ്പാടിന്റെ അപ്പുറത്ത് അള്ളാഹുവിനോടും ഇൽമിനോടുമുള്ള കടപ്പാട് അത് നിർവഹിക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ അവിടത്തോട് വിയോജിക്കുന്നതും അവിടുന്ന് ഇമാം നബവിയെ പോലത്തവരോട് വിയോജിക്കുന്നതും തുടങ്ങി. സ്വഹാബത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ ഉലമാക്കൾക്കിടയിലും ഉസ്താദുമാർ ശിഷ്യന്മാർക്കിടയിലും ധാരാളം ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇമാം മാലിക് റളിയല്ലാഹു തന്നെ പറഞ്ഞില്ലേ, കുല്ലും മൗഖൂദുൻ മിൻഹു വമർദൂദുൻ അലൈഹി ഇല്ലാ സാഹിബ ഹാദൽ ഖബർ. ആരായിരുന്നാലും അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നത് പോലെ ചിലപ്പോൾ അവരെ തിരുത്തപ്പെടുകയും ചെയ്തേക്കും. ഈ പരിശുദ്ധമായ ഖബറിന്റെ സാഹിബായ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴികെ. അഥവാ നാം ചർച്ചക്കെടുത്ത വിഷയവും പണ്ഡിതന്മാർക്കിടയിൽ ഉസ്താദുമാരും ശിഷ്യന്മാർക്കുമിടയിൽ ഭിന്നാഭിപ്രായമുള്ള ഒരു വിഷയമാണ്. ശാഫിഈ മദ്ഹബുകാരായ സ്പീക്കർ ഖുത്ബായിനോട് ഫാസിഖീങ്ങളോടെന്ന പോലെ പെരുമാറാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മൗലാന നജീബ് മൗലവി അദ്ദേഹത്തിന്റെ ഉച്ചഭാഷണിയും ഖുത്ബയും എന്ന പുസ്തകത്തിന്റെ 93-94 പേജിൽ പറയുന്നത് കാണാം. നമ്മുടെ വീക്ഷണപ്രകാരം അവർ നിഷിദ്ധമായ വന്തോഷമാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവരുടെ വീക്ഷണത്തിൽ അവർ ഹറാമല്ല പ്രവർത്തിക്കുന്നത്. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് പാടില്ലാത്ത കാര്യങ്ങൾ തന്നെ അനുവദനീയമാണെന്ന് പറയുന്നവരെ ശരിയായ വിധം തക്ലീദ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ സ്വന്തം വിശ്വാസപ്രകാരം ഹറാമായ കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൂടാ. അതിനാൽ അവർ ഫാസിഖുകളാണെന്ന് വിധി കൽപ്പിക്കുവാനും നമുക്ക് പാടില്ല. ഇതുപോലെ സ്പീക്കർ ഖുത്ബയുടെ വിഷയത്തിൽ അനുവദനീയമാണെന്ന വീക്ഷണക്കാരെ ശരിയായി അനുകരിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർ ഫാസിഖുകളാണെന്ന് വിധി കൽപ്പിക്കാവതല്ല. ഇതുകൊണ്ടാണ് നിസ്കാരത്തിൽ തുടരുന്നതടക്കമുള്ള വിഷയങ്ങളിൽ സ്പീക്കർ ഖുത്ബ നിർവഹിക്കുന്ന ഖതീബുകളോട് ഫാസിഖുകളോടെന്ന പോലെ നാം പെരുമാറാത്തത്. അപ്പോൾ ഇത് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള വിഷയമാണെന്നും അവരെ അനുകരിച്ച് പ്രവർത്തിക്കുന്നവർ തെറ്റുകാരും കുറ്റക്കാരുമല്ലെന്ന് പറയാൻ കുറ്റക്കാരുമാണെന്ന് പറയാൻ പറ്റില്ലെന്നുമാണല്ലോ മൗലാന ഈ മറുപടിയിലൂടെ പഠിപ്പിക്കുന്നത്. ഇതാണ് നിസ്വാർത്ഥരായ പണ്ഡിതന്മാരുടെ എക്കാലത്തുമുള്ള ശൈലി. നേരത്തെ പറഞ്ഞ വോയിസുകൾ, വിളംബരങ്ങളും അനുചിതമായ പ്രയോഗങ്ങളുമൊക്കെ നടത്തുന്നത് ചില കുട്ടികളാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവർക്കിടയിൽ ഉടലെടുത്ത വീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് പരിശോധിക്കാം. സ്പീക്കർ ഉപയോഗിച്ച് ഖുത്ബ നിർവഹിക്കുന്നതിൽ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരെന്നറിയപ്പെടുന്നവരിൽ 3 അഭിപ്രായമാണുള്ളത്. ജായിസല്ല, ജായിസാണ്, ഒരു പന്തികേടുമില്ല, ജായിസാണ്, നല്ലതല്ല. ഇതാണ് ആ 3 അഭിപ്രായങ്ങൾ. മഹാനായ താജുൽ മുഹഖ്ഖീൻ സദഖത്തുല്ലാഹി നവ്വറല്ലാഹു മർകദഹുവിന്റെ സമ്പൂർണ്ണ ഫതാവ പേജ് 92 നിന്ന് ഇത് വായിച്ചെടുക്കാവുന്നതാണ്. ഈ 3 വീക്ഷണങ്ങളും ശാഫിഈ മദ്ഹബുമായുള്ള ബന്ധമെന്ത്? ഇത് കിതാബുകളിൽ നിന്ന് ഉദ്ധരിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു റോളും നമുക്കിതിലില്ലേ ഇല്ല. ഇതിൽ 3ാമത്തെ വീക്ഷണം നന്നായി മനസ്സിലാക്കിയാൽ ഇത് തർക്കിച്ച് നേരം കളയേണ്ട വിഷയമല്ലെന്ന് മാലോകർക്ക് നന്നായി ബോധ്യപ്പെടും. അതിനാൽ തന്നെ ആദ്യമായി നാം ചർച്ചക്കെടുക്കുന്നത് ആ വീക്ഷണമാണ്. ചർച്ചയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശാഫിഈ മദ്ഹബ് ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. മദ്ഹബിൽ ആര് പറഞ്ഞ അഭിപ്രായത്തിനാണ് മുൻഗണന നൽകപ്പെടേണ്ടത്? ഇതിനുത്തരം ഇമാം ഖുർദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. ഇന്ന അഇമ്മത്തൽ മദ്ഹബി ഖദ് ഇത്തഫഖൂ അലാ അന്നൽ മുഅവ്വല അലൈഹി വൽ മൗഖൂദ ബിഹി കലാമു ശൈഖ് ഇബ്നു ഹജർ വർ-റംലി ഫി തുഹ്ഫത്തി വൻ-നിഹായ ഇദ ഇത്തഫഖാ വഇൻ ഇഖ്തലഫാ ഫയജൂസു ലിൽ മുഫ്തി അൽ-അഖ്ദു ബിഅഹദിഹിമാ അലാ സബീലി തഖ്യീർ. ഇന്ന് ഏറ്റവും ശാഫിഈ മദ്ഹബിൽ പ്രബലമായ വീക്ഷണം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയുടേതും
മുഹമ്മദ് റംലി റഹ്മത്തുള്ളാഹി അലൈഹിയുടേതുമാണ്. അഥവാ അവരുടെ തുഹ്ഫയിലും നിഹായയിലുമുള്ള വീക്ഷണങ്ങൾ അവർ യോജിച്ച് പ്രസ്താവിക്കുകയാണെങ്കിൽ, അവർ വിയോജിക്കുന്ന പക്ഷം അവർ രണ്ടിൽ ഏതുപേരെയും മുൻഗണനാ പരിഗണനയില്ലാതെ സ്വീകരിക്കപ്പെടാവുന്നതാണ്, റാജിഹാക്കപ്പെടാവുന്നതാണ്. ഇതാണ് അഇമ്മത്തിന്റെ ഇത്തിഫാക്കായിട്ടുള്ള തീരുമാനം, അഭിപ്രായം. കേരളത്തിലും ഈ നിയമത്തിന് മാറ്റമൊന്നുമില്ല. കേരളക്കാരായ മഹാനായ ചാലിയാത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണുക. മുഹമ്മദുർ റംലി യുകാഫി ബിനാ ഹജർ ഫഖ്തർ ഇദാ തഖാലഫ ബിലാ ഹദർ വഇൻ യകു ശൈഖു വൽ ഖാതിബു മഅ വാഹിദിൻ ഫകുല്ലുഹും മുസീബു. അടുത്തത്, ഒരു മുസന്നിഫ് മറ്റൊരാളുടെ കൗല് ഉദ്ധരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അന്ന നഖല മുസന്നിഫിൻ കലാമ ആഖർ ബിദൂനി തഅഖീബിൻ ളാഹിറുൻ ഫീ ഖറാരിഹി വ തർജീഹിഹി. ഒരു മുസന്നിഫ് നിരൂപണം കൂടാതെ മറ്റൊരാളുടെ കൗല് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുക എന്നത് അത് അംഗീകരിക്കുകയും റാജിഹാക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിന്റെ ളാഹിർ. അടുത്തത്, കിതാബിലുള്ളതിന് വിപരീതമായി ഫതാവയിൽ കണ്ടാൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതാണ്. ഇദാ വജദിനാ ഫീ മസ്അലത്തിൻ കലാമൻ ഫിൽ മുസന്നഫി, ഫിഖ്ഹിന്റെ കിതാബായി രചിക്കപ്പെട്ടതിൽ ഒരു കലാം ഒരു മസ്അലയിൽ നാം കണ്ടാൽ, മുഖാലിഫൻ ലിമാ ഫിൽ ഫതാവ, ഫതാവയിലുള്ളതിന് വിരുദ്ധമായി, ഫൽഇഅ്തിമാദു അലാ മാ ഫിൽ മുസന്നഫി, അപ്പോൾ അവിടെ പ്രബലമാക്കപ്പെടേണ്ടത് ഫിഖ്ഹിന്റെ കിതാബായി രചിക്കപ്പെട്ട കിതാബിൽ ഉള്ളതാണ്. ലിഅന്നഹു മൗദൂഉൻ ലിദിക്രി മാ ഹുവൽ അംറുൽ കുല്ലിയു, എന്തുകൊണ്ടെന്നാൽ അതൊരു പൊതുവായ അല്ലദി യസ്തരികു ഫീഹി ജമീഉൻ നാസ്, സർവരും ഇൻക്ലൂഡ് ആകുന്ന പൊതുവിഷയങ്ങൾ പറയാനുള്ളതാണ് ഫിഖ്ഹിന്റെ കിതാബ്. ദൂന മാ ഫിൽ ഫതാവ, ഫതാവകളിൽ നിന്ന് വ്യത്യസ്തമായി, ലിഅന്നഹാ ലിതൻസീലി ദാലികൽ കുല്ലി അലൽ ജുസ്ഇയ്യി, അത് ആ പ്രസ്തുത കുല്ലിയിനെ പൊതുനിയമത്തെ ഒരു ജുസ്ഇന്റെ മേൽ അവതരിപ്പിക്കാനുള്ളതാണ് ഫതാവ. വഖദ് തഖ്തലിഫുൽ അബ്വാബു വൽ അഹ്വാലു ഫി തൻസീൽ, ഈ അവതരണത്തിൽ സാഹചര്യങ്ങളും അവസ്ഥകളും സന്ദർഭങ്ങളും ഒക്കെ വ്യത്യസ്തപ്പെട്ടെന്ന് വന്നേക്കാം. ഫലസ്നാ മിൻഹാ ലാ തിഖത്തിൻ, ഏത് സാഹചര്യത്തിലാണ്, ഏതവസ്ഥയിലാണ്, ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു ഫത്വയുണ്ടായത് എന്നത് നാം ഫിഖ്ഹിന്റെ കിതാബിലുള്ളതുപോലെ ഒരു ഉറപ്പ് നമുക്കതിൽ കിട്ടുകയില്ല. ആദാ ഇദാലം തുനസ്സലിൽ ഫതാവ മുനസ്സലത തസ്നീഫി, ഈ പറഞ്ഞത് ഫതാവകളെ തസ്നീഫിന്റെ സ്ഥാനത്തേക്ക് ഇറക്കപ്പെട്ടിട്ടില്ലെങ്കിലാണ്. വഇല്ല, അങ്ങനെ ഇറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബിഅൻ യജ്മഅഹാ സ്വാഹിബുഹാ, ഈ ഫത്വായുടെ സ്വാഹിബ് ആരാണോ അവര് തന്നെ അതിനെ ഒരുമിച്ച് കൂട്ടുകയും വയുഹദ്ദിബഹാ, അതിനെ എഡിറ്റ് ചെയ്യുകയും വയുഹവ്വിലഹാ ഇലാ സൂറത്തി തഅലീഫി, ഇത് ഗ്രന്ഥത്തിന്റെ രചനയുടെ രൂപത്തിലേക്ക് അതിനെ മാറ്റപ്പെടുകയും വയൽതദിമു ഫീഹാ മാ യുൽതദമു ഫീഹി, പ്രസ്തുത കിതാബിൽ ഉത്തരവാദിത്തപ്പെടുന്നതെല്ലാം ഈ ഫതാവയിൽ ഉത്തരവാദിത്തപ്പെടുകയും ചെയ്താലൊഴിച്ച്, കസ്വനിഇൽ ഇമാമിൻ നവവി, ഇമാം നവവി റഹിമഹുല്ലാഹയുടെ പ്രവർത്തനം പോലെ ഫതാവാഹു, അവിടുത്തെ ഫത്വ കൊണ്ട്, ഫലഹാ ഹുക്മു തസ്നീഫി, നവവി റഹിമഹുല്ലാഹയുടെ ഫതാവക്ക് അവിടുത്തെ തസ്നീഫിന്റെ ഹുക്മ് തന്നെയുണ്ട്. വലിദാ ജഅല സാഹിബു തുഹ്ഫത്തി ഫതാവ നവവി മിൻ ജുംലത്തി തസാനീഫിഹി, ഇതുകൊണ്ടാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് നവവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഫതാവയെ അവിടുത്തെ തസ്നീഫിന്റെ ജുംലത്തിൽ ഉൾപ്പെടുത്തിയത്. വഖദ്ദമഹാ അലാ ശറഹി മുസ്ലിമിൻ വതസ്ഹീഹി തൻബീഹി വനുഖതിഹി, ഇത്തരം കിതാബിനേക്കാളും അതിനെ മുൻഗണന കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ബാബു തയമ്മുമിൽ നമുക്ക് ഇയാമിൽ കാണാവുന്നതാണ്. അൽ ഫവായിദ് മദനിയയിലും മത്ലബുൽ ഐഖാദിലുമൊക്കെ ഇത് നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ അന്ന നഖല മുസന്നിഫിൻ, ഒരു മുസന്നിഫ് മറ്റൊരാളുടെ കൗല് അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നത് അത് സമ്മതിച്ചു എന്നും റാജിഹാക്കി എന്നുമാണ്. ആ നഖല് നമുക്ക് റിസാലത്തു തംബീഹിലും മത്ലബുൽ ഐഖാദിലും ഒക്കെ കാണാവുന്നതാണ്. അടുത്ത ചോദ്യം, ഒരാള് തന്നെ ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഏതിനെയാണ് പ്രബലമാക്കേണ്ടത്? സുമ്മർ റാജിഹു മിൻഹുമാ മിനൽ ഖൗലൈനി മാ തഅഖർ,
പിന്തി പറഞ്ഞത് എന്താണോ അതിനെയാണ് പ്രബലമാക്കേണ്ടത് എന്ന് തുഹഫ പറയുന്നു. വഖദ് ഖററു അന്നഹു യൂഖദു മിൻ കലാമിൽ മശായിഖ് മാ തഅഖർ. ഇമാം ഖുർദി റഹിമഹുല്ലാഹ് പറയുന്നു, മശായിഖന്മാരുടെ കലാം അത് വ്യത്യസ്തമായി വന്നാൽ പിന്തി വന്നതിനെയാണ് സ്വീകരിക്കപ്പെടേണ്ടത് എന്ന് മൊത്തത്തിൽ ഫുഖഹാ സമ്മതിച്ചിട്ടുള്ള വിഷയമാണ്. അടുത്തത് ഫീഹി മാ ഫീഹി അലാ മാ ഫീഹി. ഈ രണ്ട് പ്രയോഗങ്ങളും എന്തിനുള്ളതാണ്? അത് രണ്ടും കിലാഹുമാ സീഗത്തു തദ്ഈഫിൻ മത്ലബുൽ ഇഖാദിൽ കാണാം. ആ രണ്ട് പ്രയോഗങ്ങളും നേരത്തെ പറഞ്ഞ വിഷയം പ്രബലമല്ല എന്നതിന്റെ മേൽ അറിയിക്കാനുള്ള പ്രയോഗങ്ങളാണ്. ഒരു കാര്യം ശാഫിഈ മദ്ഹബായി പരിഗണിക്കണമെങ്കിൽ എന്തു വേണം? അതാണ് അടുത്തത്. ഉത്തരം ഇതിൽ മദ്ഹബ് നഖ്ലുൻ, മദ്ഹബ് ആകണമെങ്കിൽ മൻഖൂലായിരിക്കണം, നഖ്ലായിരിക്കണം പറയേണ്ടത്. ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് ശാഫിഈ മദ്ഹബാവുകയില്ല. അത് തുഹ്ഫയിൽ കാണാവുന്നതാണ്. അൽ മദ്ഹബ് നഖ്ലുൻ ലാ യസൗനാ ഖിലാഫുഹു. മദ്ഹബ് എന്ന് പറഞ്ഞാൽ നഖ്ലാണ്, അതിനോട് വിയോജിക്കൽ പറ്റാത്തതാണ്. ഇത് ശർവാനിയിൽ കാണാം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. സ്പീക്കറിൽ സംസാരിക്കുന്നവന്റെ ശബ്ദം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഖതീബിന്റെ ശബ്ദം തന്നെ കേൾപ്പിക്കണമെന്ന ശർത്തും കേൾക്കണമെന്ന ശർത്തും നഷ്ടപ്പെടുന്നു. ഉച്ചഭാഷണിയും ഖുതുബയും നജീബ് മൗലവി പേജ് 56. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? സ്പീക്കർ ബാത്തിലാണ് എന്ന് പറയുന്നവരുടെ ന്യായമാണ് ഈ പറഞ്ഞത്. അഥവാ സ്പീക്കറിലൂടെ കേൾക്കുന്ന ശബ്ദം കാരണം ഖതീബിന്റെ ശബ്ദം കേൾക്കാതെ വരുന്നു. അത്തരം ശബ്ദ കോലാഹലങ്ങൾ കാരണമായി ഖതീബിന്റെ തനി ശബ്ദം കേട്ടില്ലെങ്കിൽ ജുമുഅ ബാത്തിലാണ്. ഇതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഈ അഭിപ്രായം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്താൻ കഴിയുമോ? പ്രസ്തുത അഭിപ്രായത്തിന് തെളിവുകൾ കാണിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അതെന്താണ്? ഇത്തരം ചർച്ചകൾ സ്പീക്കർ ഖുത്ബ ജായിസ് അല്ല എന്ന് പറയുന്ന വീക്ഷണം അടുത്തത് നാം ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആ സമയത്ത് നമുക്ക് പരിശോധിക്കാം. ഇപ്പോഴത്തെ ചർച്ച ഈ അഭിപ്രായം വസ്തുതയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അത്തരം ശബ്ദകോലാഹലങ്ങൾ ഉള്ളതിനാൽ ഖുത്ബ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഖുത്ബക്ക് ഒരു തകരാറുമില്ല എന്ന വീക്ഷണമാണ്. ഈ വീക്ഷണമാണ് മുഹമ്മദ് റംലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം. അപശബ്ദങ്ങൾ കാരണമായി ഖുത്ബ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് സ്വഹീഹല്ല എന്ന വീക്ഷണമാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം. ഇത് ഇസ്മുൽ ഐനൈനിയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. യഹ്റുമു നഹ്ബു ഖലാമിൻ അശ്ഗല അൻ സമാഇ നഹ്ബി റുക്നിൻ അലാ മൻ തവഖഫ ഇൻഇഖാദുൽ ജുമുഅത്തി അലൈഹി. ഹാദാ ബിന്നിസ്ബത്തി ലിസ്സമാഇ ഇൻദ ഇബ്നു ഹജർ. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ യാഥാർത്ഥ്യത്തിൽ കേട്ടുകൊള്ളണമെന്ന വീക്ഷണപ്രകാരം ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി ഖുത്ബ കേൾക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഹറാമാണ്. വഖാല മുഹമ്മദുർ റംലി അസ്സമാഉ ബിൽ ഫീലി സുന്നത്തുൻ ഫഖത്ത്. മുഹമ്മദുർ റംലിയുടെ വീക്ഷണപ്രകാരം ഇത് ഹറാമില്ല. കാരണം ഇപ്പറഞ്ഞത് സുന്നത്ത് മാത്രമാണ്. അശ്ശർതു സമാഉ വലൗ ബിൽ ഖുവ. ശർത്ത് ഫലത്തിലെങ്കിലും കേട്ടിരിക്കുക എന്നത് മാത്രമാണ്. ഒന്നുകൂടി വ്യക്തത വേണമെങ്കിൽ നമുക്ക് യാനത്ത് പരിശോധിക്കാവുന്നതാണ്. ഒരാൾ സംസാരിക്കുകയും അത് കാരണമായി ഖുത്ബയുടെ ചില ഫർളുകൾ കേൾക്കാതെ വരികയും ചെയ്താൽ ആൾ കുറ്റക്കാരനാണ് എന്ന് പറയുന്നിടത്ത് യാനത്ത് പറയുകയാണ്, ലാ മിൻ ഹൈതുൽ കലാമു ബൽ മിൻ ഹൈതു തഫ്വീതുഹു ശർത്തല്ലദീ ഹുവ സമാഉ കുല്ലിൽ അർകാൻ. കുറ്റക്കാരനാണെന്ന് പറഞ്ഞത് സംസാരം ഹറാമായത് കൊണ്ടല്ല, ആ ഹൈഫിയത്തിലല്ല, മറിച്ച് ആ സംസാരം ഖുത്ബയുടെ അർക്കാനുകളെ എല്ലാ അർക്കാനുകളെയും ഈ 39 പേരും കേട്ടിരിക്കണമെന്ന ഷർത്തിനെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ആ നിലക്കാണ് അത് കുറ്റക്കാരനാകുന്നത്. അപ്പോൾ ഇപ്പറഞ്ഞത് ആരുടെ അഭിപ്രായത്തിലാണ്? ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹിയുടെ വീക്ഷണപ്രകാരമാണ്. വസബഖ മുഹമ്മദ് റംലി അന്ന ശർത്ത അസ്സമാഉ ബിൽ ഖുവ്വത്തി ലാ ബിൽ ഫീൽ.
എന്നാൽ മുഹമ്മദുർ റംലിയുടെ അഭിപ്രായം ഇതല്ലെന്നും ബിൽ ഫീൽ കേൾക്കണമെന്നില്ല, ഫലത്തിലെങ്കിലും കേട്ടാൽ മതി എന്നുമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് യാനത്തിൽ കാണാവുന്നതാണ്. ബിൽക്കുവ കേൾവി പ്രകാരവും ശബ്ദ കോലാഹലങ്ങൾ പറ്റില്ലെന്ന് യാനത്തിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യങ്ങളൊക്കെ സാങ്കല്പിക ചോദ്യങ്ങളല്ല. ഈ വിഷയത്തിൽ പുസ്തകങ്ങളിലായും മറ്റും ചോദിക്കപ്പെട്ട ചോദ്യങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയുന്നത്. യാനത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം. വമഅനാ ഖൗലിഹി ബിൽഖുവ, ഫലത്തിൽ കേൾക്കുക എന്ന് പറഞ്ഞതിന്റെ മാന എന്താണ്? അയ്യകൂനൽ ഖതീബു യർഫഉ സൗതഹു ബിഹൈതു ലൗ സഗൗ ഇലൈഹി ലസമിഉ, അവര് ചെവിട് കൊടുക്കുകയാണെങ്കിൽ കേൾക്കും. ആ രൂപത്തിൽ ഖതീബ് ശബ്ദമുയർത്തണം. അങ്ങനെ ഖതീബ് ശബ്ദമുയർത്തുമ്പോൾ അവിടെ വല്ല അപശബ്ദങ്ങളും ഉണ്ടാക്കിയതിന്റെ പേരിൽ ഖുതുബ കേട്ടിട്ടില്ലെങ്കിൽ ആ ഖുതുബക്ക് തകരാറുണ്ടോ? ഇആനത്ത് പറയുന്നു ഫഅലൈഹി, ഈ ബിൽഖു വസമാഉ മദി എന്ന മുഹമ്മദുർ റംലിയുടെ വീക്ഷണപ്രകാരം ലൗ ഉജിദ ആരിദുൽ ലഗത്തിൻ ലാ യുഅത്തിർ, ഒരു അപശബ്ദമുണ്ടായതിന്റെ പേരിൽ കേട്ടില്ല ഖുതുബ, എന്നാൽ ഖുതുബക്ക് തകരാറില്ല. വഅലൽ അവ്വലി യുഅത്തിറു, ഇബ്നു ഹജറിന്റെ വീക്ഷണപ്രകാരം ആ നിലക്ക് കേട്ടില്ലെങ്കിൽ തകരാറുമാണ്. അടുത്തത് ഈ പറഞ്ഞത് കേൾവിയെ തടയാത്ത അപശബ്ദത്തെ പറ്റിയല്ലേ? ഉത്തരം അല്ല, കേൾവിയെ തടയുന്ന അപശബ്ദത്തെ പറ്റിയാണെന്ന് അത് ആ ഇബാറത്തിൽ നിന്ന് വ്യക്തമാണ്. വഅലൽ അവ്വലി യുഅത്തിറു, അവ്വല് പ്രകാരം ഈ അപശബ്ദം കാരണം കേൾക്കാതിരിക്കുന്നത് ഖുതുബക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞല്ലോ. അവ്വല് പ്രകാരം പറ്റാത്ത ശബ്ദം ഏതാണെന്ന്, അപശബ്ദം ഏതാണെന്ന് തുഹഫ പറയുന്നുണ്ട്, കണ്ടോളൂ. വലാ തസിഹു മഅ വജൂദിൽ ലഗത്തിൻ യംനഉ സമാഅ റുക്നിൻ അലൽ മുഅ്തമദി, പ്രബലമായ അഭിപ്രായ പ്രകാരം ഖുതുബ കേൾക്കുന്നതിനെ തടയുന്ന അപശബ്ദം അതോടുകൂടെ ഖുതുബ സ്വഹീഹാകുന്നതല്ല. ആ പറഞ്ഞത് തന്നെ പ്രബലമായ വീക്ഷണപ്രകാരമാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ ദുഹഫയിൽ പറയുന്നു. അഥവാ ഇബ്നു ഹജർ തങ്ങളുടെ ബിൽഫീൽ കേൾവി വേണം, യാഥാർത്ഥ്യത്തിൽ തന്നെ കേട്ടിരിക്കണം. ഞാൻ ഈ പ്രസംഗിക്കുന്നത് നിങ്ങൾ ചെവിടുകൊണ്ട് കേൾക്കുന്നത് പോലെ തന്നെ ഖതീബിന്റെ ശബ്ദം കേട്ടിരിക്കണം. ഫലത്തിൽ കേൾക്കാവുന്ന രൂപത്തിൽ അവിടെ സന്നിഹിതരായാൽ പോരാ എന്ന് പറയുന്ന അഭിപ്രായം അനുസരിച്ചു തന്നെ ഖുത്ബയുടെ അഭിവാജ്യ ഘടകങ്ങൾ കേൾക്കുന്നതിന് തടയുന്ന അപശബ്ദമുള്ളതോടുകൂടെ ഖുത്ബ സ്വഹീഹാകുമെന്ന് പ്രബലമല്ലാത്തൊരു വീക്ഷണമുണ്ട് എന്ന് ഇബ്നു ഹജർ തങ്ങൾ തന്നെ ദുഹഫയിൽ വ്യക്തമാക്കുകയാണ്. അഥവാ മുഹമ്മദുർ റംലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം അതിനെപ്പറ്റിയാണ് പ്രബലമല്ല എന്ന് ദുഹഫ പറഞ്ഞത്. ഈ പ്രബലമല്ല എന്ന് പറഞ്ഞ അഭിപ്രായം അഥവാ ഖുതുബ കേൾക്കുന്നതിനെ തടയുന്ന അപശബ്ദമുള്ളതോടുകൂടെ സ്വഹീഹാകുമെന്ന അഭിപ്രായത്തെയാണ് മുഹമ്മദുർ റംലി റഹ്മത്തുള്ളാഹി അലൈഹി പ്രബലമാക്കുന്നത്. ഇത് ശാസി അൽ കഫാൽ പറഞ്ഞ അഭിപ്രായമല്ല. ശാസി അൽ കഫാൽ പറഞ്ഞ അഭിപ്രായം എന്താണ്? ലാ യുസ്തറത്തു സമാഉ, സമാഅ തന്നെ ശർത്തില്ലെന്നാണ്. ഹത്താ ലൗ കാനൂ സുമ്മൻ ലകഫാ, അവരെല്ലാവരും ബധിരരാണെങ്കിലും അത് കാരണമായി കേട്ടില്ലെങ്കിലും പറ്റും എന്നാണ് ശാസിയുടെ കൗല്. അതിനെപ്പറ്റി ശാദ്ദാണ്, മർദൂദാണെന്ന് ഫതാവൽ കുബ്രായിൽ പറഞ്ഞിട്ടുണ്ട്. ആ ശാദ്ദും മർദൂദുമായ കൗല് അതിനെയല്ല നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. അത് പറ്റില്ലെന്ന് പ്രബലമായ വീക്ഷണപ്രകാരം അത് പറ്റൂലെന്നാണെന്ന് സർവ അഇമ്മത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയത്ത് അപശബ്ദമുള്ളതോടുകൂടി കേട്ടില്ലെങ്കിൽ പറ്റുമെന്നാണ് ഇമാമുകളൊക്കെ വ്യക്തമാക്കിയത്. വലാ തസിഹു മഅ വജൂദിൽ ലഗത്തി യംനഉ സമാഅ റുക്നിൻ അലൽ മുഅ്തമദി എന്ന ഖൗല് ബയാൻ ചെയ്യുന്ന സമയത്ത് ഇആനത്തിൽ കാണാം وإنما لم تصح لفقد شرط من شروطها وهو السماع بالفعل. അപശബ്ദമുള്ളതോടുകൂടെ സ്വഹീഹല്ലെന്ന് പറഞ്ഞത് ബിൽഫീൽ കേൾവിയേത് തടയുന്നത് കൊണ്ടാണ്. അപ്പൊ ബിൽഖുവ കേൾവി അനുസരിച്ചത് പ്രശ്നമല്ല. അതുപോലെ ഫലാ തജിബു അലാ 40 ബഅദുഹും സുമ്മ,
ചിലരെങ്കിലും ബദിരരാണെങ്കിൽ അവർക്ക് ജുമുഅ നിർബന്ധമില്ല എന്ന് തുഹ്ഫ പറയുമ്പോൾ ഇആനത്തതിനെ വിശദീകരിക്കുന്നു. അഥവാ ഇതെടുത്തുദ്ധരിച്ച ഫത്ഹുൽ മുഈനിനെ വിശദീകരിക്കുന്ന സമയത്ത് ഇആനത്തിൽ പറയുന്നു ലിഫഖദിഹിം ശർത്തൻ മിൻ ശുറൂത്തിഹാ വഹുവ സമാഉ. അത് ബിൽ ഫീൽ സമാഅ ഇല്ലാത്തത് കൊണ്ടല്ല, ബിൽ ഫീൽ സമാഅ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ ബിൽ ഖുവ സമാഅ അവിടെ ഉണ്ട് എന്ന് വരും. എന്നാൽ ബദിരതയുള്ളയിടത്ത് ബിൽ ഫീൽ സമാഉമില്ല, ബിൽ ഖുവ സമാഉമില്ല, സമാഅ തന്നെ ഇല്ല. ആ വഹുവ സമാഉ, സമാഅ തന്നെ മുതലക്കൻ സമാഅ തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ബദിരതയുള്ളയിടത്ത് പറ്റില്ലെന്ന് പറഞ്ഞത്. എന്നാൽ അപശബ്ദമുള്ളയിടത്ത് പറ്റില്ലെന്ന് പറഞ്ഞത് ഇബ്നു ഹജറിന്റെ വീക്ഷണപ്രകാരം മാത്രമാണ്. വഹുവ സമാഉ ബിൽ ഫീൽ, അത് യാഥാർത്ഥ്യത്തിൽ കേൾക്കുക എന്ന വീക്ഷണമാണ്. ആ ഷർത്ത് പോയത് കൊണ്ടാണ് പറ്റില്ലെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. ഇവിടെ ഒരു പ്രബലമല്ലാത്ത അഭിപ്രായത്തിൽ അത് പറ്റുമെന്നുണ്ടെന്ന് പറഞ്ഞത് അത് മുഹമ്മദുർ റംലിയുടെ അഭിപ്രായമാണ്. അതാണ് മുഹമ്മദുർ റംലി പ്രബലമാക്കുന്നത്. അതും ശാഫഈ മദ്ഹബിൽ പ്രബലമാണ് എന്നാണ് ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ തർക്കത്തിന്റെ ആവശ്യം സത്യത്തിലില്ല. അപശബ്ദമുള്ളതോടുകൂടി തന്നെ ഖുതുബ കേട്ടില്ലെങ്കിൽ പറ്റുമെന്നുള്ള അഭിപ്രായങ്ങൾ അത് തന്നെ പ്രബലമായ വീക്ഷണപ്രകാരം പല അഇമ്മത്തുകളും രേഖപ്പെടുത്തി വെച്ച നിലക്ക് എന്തിനാണ് ഈ വിഷയത്തിൽ ഒരു തർക്കമുണ്ടാകുന്നത്? എന്തിനാണ് വേണ്ടാത്ത ഉചിതമല്ലാത്ത പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത്? എന്തിനാണ് മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ സംസ്കാരം വിട്ടുകൊണ്ടുള്ള സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്ന പ്രയോഗങ്ങൾ നമ്മൾ നടത്തുന്നത്? ആവശ്യമില്ലാത്തതാണ്. ബുജൈരിമിയിൽ എന്താണ് ഈ വിഷയത്തെ പറ്റി പറയുന്നത്? അമ്മ സമാഉ മിൻഹു ഫബിൽ ഖുവത്തി അലൽ മുഅ്തമദി മർഹൂമി വമിസ്ലഹു ഖല്യൂബി വഇബാറത്തു ഖല്യൂബി വഇസ്മാഉ 40 ബിഅൻ യർഫഅ സൗതഹു ബിഖദ്രി മാ യസ്മഊന വഇല്ലം യസ്മഊ ലിവുജൂദി ലഗത്തിൻ. 40 പേര് 39 പേര് കേൾക്കുന്ന രൂപത്തിൽ ഇമാം ശബ്ദമുണ്ടാക്കണം. അതേ സമയത്ത് അപശബ്ദമുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിൽ പ്രശ്നമല്ല. ഇത് ബുജൈരിമി രേഖപ്പെടുത്തുന്നു, അവിടെ നിരൂപണം നടത്തുന്നില്ല. വഇല്ലം യസ്മഊ, അവർ കേട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ലിവുജൂദി ലഗത്തിൻ, അപശബ്ദം കാരണം, ശബ്ദകോലാഹലങ്ങൾ കാരണം. ബാജൂരി എന്താ പറയുന്നത്? വഇല്ലം യസ്മഊ ബിൽ ഫിഇലി ലിആരിൽ ലഗത്തിൻ, ലഗത്തുള്ളത് കൊണ്ട്, ശബ്ദകോലാഹലങ്ങൾ ഉള്ളത് കൊണ്ട്, അപശബ്ദമുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിലും പ്രശ്നമല്ല. പിന്നെ എന്താ വേണ്ടത്? കേൾക്കാവുന്ന രൂപത്തിൽ, അപശബ്ദം ഇല്ലായിരുന്നുവെങ്കിൽ കേൾക്കാവുന്ന രൂപത്തിൽ ഖതീബ് ശബ്ദമുയർത്തണമെന്നതാണ്. ഇനി ശർഖാവി എന്താ പറയുന്നത്? المعتبر السماع من الجالسين بالقوة بأن يكونوا بحيث لو صغوا لسمعوا. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഖതീബ് ശബ്ദമുയർത്തി ഓതണം. അവർ ബിൽഖുവ, ഫലത്തിൽ കേട്ടാൽ മതി. ഫലായലുറു, ഫലത്തിൽ കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടല്ല. ലഗത്ത് ബുദ്ധിമുട്ടല്ല. അപശബ്ദം പ്രശ്നമല്ല. ബിഖിലാഫി സ്വമമി വന്നൗമി തഖീലൈനി, ശക്തമായ ഉറക്കുകൊണ്ടും ബദിരത കൊണ്ടും കേൾക്കാതിരിക്കുന്നതിന് വ്യത്യസ്തമായി ബദിരതയും ഉറക്കും കാരണം കേട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ശർഖാവി സ്വമമിനിക്കും നൗമിനിക്കും തഖീലൈനി എന്നൊരു സിഫത്ത് കൊടുത്തിട്ടുണ്ട്. ഖഫീഫായ ബദിരതയും നൗമുമാണെങ്കിലും പ്രശ്നമല്ല എന്നതിനേക്കൊരു സൂചനയാണ്. അത് തന്നെ വ്യക്തമായി ചിലർ പറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ അങ്ങോട്ട് കടക്കുന്നേയില്ല, ആ ചർച്ചയിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ വിഷയം അപശബ്ദമുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിൽ, ശബ്ദകോലാഹലങ്ങൾ കാരണമായി കേട്ടില്ലെങ്കിൽ ഖുതുബ പറ്റുമോ ഇല്ലേ എന്നത് മാത്രമാണ്. ബദിരതയുടെയും ഉറക്കിന്റെയും വിഷയത്തിൽ ഇവിടെ വരെ ചർച്ച നടക്കുന്നില്ല, തർക്കവും നടക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് നമ്മൾ കടക്കുന്നില്ല. ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് തുഹ്ഫയിൽ പറഞ്ഞത്? അശ്രദ്ധ കാരണം കേട്ടില്ലെങ്കിൽ പ്രശ്നമല്ല എന്നാണ്. الذي أفاده شهاب الرملي أن المعتبر السماع بالقوة. മുഅ്തമദ് എന്താണെന്നറിയോ? ബിൽഖുവ സമാഇനെ ഇതിബാർ ചെയ്യലാണ്. അതെങ്ങനെ? ബിഅയ്യകൂന ബിഹൈതു ലൗ സഗൗ ലസമിയു, അവർ ശ്രദ്ധിച്ചാൽ, ചെവിട് കൊടുത്താൽ കേൾക്കുന്ന രൂപത്തിൽ ഓതണം. വഇൻ ഇസ്തഗല അനിസ് സമാഇ ബിതഹദ്ദുദി മഅ ജലീസിഹി ഔ നഹ്വിഹി,
കൂടെയുള്ളവരോട് സംസാരിക്കുക തുടങ്ങിയുള്ള അശ്രദ്ധ കാരണം കേട്ടില്ലെങ്കിൽ പ്രശ്നമല്ല. ഇതാണ് ശറത്ത് ഇബ്നു ഖാസിം റഹിമഹുല്ലാ തുഹഫയുടെ ഹാശിയിൽ പറയുന്നത്. അതേ ഇബ്നു ഖാസിം റഹിമഹുല്ലാ തന്നെ ഖുററുൽ ബഹിയയുടെ ഹാശിയിൽ എന്താണ് പറയുന്നത്? ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖുററുൽ ബഹിയയുടെ ഹാശിയിൽ പറയുന്നു, ഫൽ വജ്ഹുൽ വജീഹു അന്നഹു യുസ്തറത്തുൽ ഇസ്മാഉ ബിൽ ഖുവ്വത്തി ബി അൻ യകൂന ബിഹൈതു ലൗ സഗൗല സമീഉ ബി അല്ലാ യകൂന ഹുനാക ബുഅദുൻ. അകൽച്ചയുള്ളതോടുകൂടി ഖതീബ് ശബ്ദമെടുത്തിട്ട് തന്നെ അകൽച്ച കൂടുതലുള്ളത് കൊണ്ട് കേൾക്കാതെ വന്നാൽ പറ്റില്ല. വലാ സമമുൻ, ബധിരതയുള്ളത് കൊണ്ട് കേൾക്കാതെ വന്നാലും പറ്റില്ല. വലാ നൗമുൻ, ഉറക്കുള്ളത് കൊണ്ട് കേൾക്കാതിരുന്നാലും പറ്റില്ല. ഈ മൂന്ന് ഹുദൂറും ബിൽഖുവ സമാഅി പരിഗണിക്കുകയില്ല. വഇൻ കാന ഹുനാക ലഗത്തുൻ, അപശബ്ദമുണ്ടെങ്കിലും ശരി, അപശബ്ദമുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിൽ പ്രശ്നമല്ല. അത് ബിൽഖുവ സമാഇനെ പരിഗണിക്കുമ്പോൾ പ്രശ്നമല്ല. ഇനി നിഹായത്തു സൈൻ, അതിലെന്താ പറയുന്നത്? അമ്മസ്സമാഉ മിൻഹും ഫബിൽ ഖുവ്വത്തി വഇൻ ലം യസ്മഉ ബിൽ ഫഇലി ലിവുജൂദി ലഗത്തിൻ. അപശബ്ദമുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിലും ബിൽഖുവ കേൾവി മതിയാകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ കേൾക്കുക എന്നതിന് അപശബ്ദം കാരണം കേട്ടില്ലെങ്കിൽ തടസ്സമല്ല. ഔ നൗമിൻ ഖഫീഫിൻ, ഖഫീഫായ നൗമ് കാരണം കേട്ടില്ലെങ്കിലും പ്രശ്നമല്ല. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് നമ്മുടെ ചർച്ച പോകുന്നില്ല. കാരണം ഉറക്കിന്റെ വിഷയത്തിൽ നമുക്കിവിടെ തർക്കമില്ല. ബിഖിലാഫിഹി ലിസ്വമമിൻ ഔ ബുഇദിൻ ഔ നൗമിൻ, ബധിരതയുള്ളത് കൊണ്ട്, അകൽച്ചയുള്ളത് കൊണ്ട്, ശക്തമായ ഉറപ്പുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിൽ അത് ബിൽഖുവ സമാഅി പരിഗണിക്കുകയില്ല. അപ്പൊ അപശബ്ദമുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിൽ ബിൽഖുവ സമാഅി പരിഗണിക്കും. അപ്പൊ അവർ ശ്രദ്ധിച്ചാൽ കേൾക്കുമെന്ന് പറഞ്ഞതിന് അപശബ്ദമുണ്ടാകുന്നതിന് എതിരല്ലെന്നാണ് സർവ അഇമ്മത്തും വ്യക്തമാക്കുന്നത്. അടുത്തത് തുഹഫയിൽ ഒരു ഹുദൂറിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിന്റെ വ്യക്തതയാണ് നാം ഉദ്ദേശിക്കുന്നത്. വഇൻ ഖാലഫ ഫീഹി കതീറൂന അവിൽ അക്തറൂന ഫലം യസ്തരിതു ഇല്ലൽ ഹുദൂറ ഫഖത്ത്. ബിൽ ഫഇൽ വേണമെന്ന അഭിപ്രായത്തോട് ധാരാളം ഉലമാ, അതല്ല ഭൂരിപക്ഷം അഇമ്മത്തും വിയോജിക്കുന്നുണ്ടെങ്കിലും ശരി, അവർ ബിൽഖുവ മതി എന്ന അഭിപ്രായക്കാരാണ്. ആ ബിൽഖുവ പ്രകാരം ഫലം യസ്തരിതു ഇല്ലൽ ഹുദൂറ ഫഖത്ത്, അവർ ഹുദൂർ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, ഹുദൂർ മാത്രമേ അവർ ശർത്താക്കുന്നുള്ളൂ. ഈ ഇബാറത്ത് അല്പം വ്യത്യസ്തമായി ഫതഹുൽ മുഈനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വഇൻ ഖാലഫ ഫീഹി ജംഉൻ കതീറൂന ലം യസ്തരിതു ഇല്ലൽ ഹുദൂറ ഫഖത്ത്. അതേ ഉദ്ധരണി തുഹഫയിലുള്ള അതേ ഉദ്ധരണി തന്നെ ഹാശിയത്തു ശർബീനിയിൽ അബ്ദുർറഹ്മാൻ ശർബീനി റഹിമഹുല്ലാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. വഇൻ ഖാലഫ ഫീഹി കതീറൂന അവിൽ അക്തറൂന, ധാരാളം അല്ലെങ്കിൽ ഭൂരിപക്ഷം അഇമ്മത്തും ബിൽ ഫിഇൽ വേണം, ബിൽ ഫിഇൽ വേണം എന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ശരി, അവർ ബിൽഖുവ ഫലത്തിൽ കേട്ടാൽ മതിയെന്ന അഭിപ്രായക്കാരാണ്. ഫലം യസ്തരിതു ഇല്ലൽ ഹുദൂറ ഫഖത്ത്, അവർ ഹുദൂർ മാത്രമേ ശർത്താക്കിയിട്ടുള്ളൂ. എന്നാൽ തുഹഫയുടെ ഈ ഇബാറത്തിന് എന്താണ് ശർവാനിയിൽ ഉദ്ധരിച്ചത്? ഈ ഹുദൂർ കൊണ്ട് എന്താണ് മുറാദ്? ഇല്ലൽ ഹുദൂറ, ഹുദൂർ ഒഴിച്ച്, വസ്സമാഅ ബിൽ ഖുവ്വ, ബിൽ ഖുവ്വ സമാഅോട് കൂടെയുള്ള ഹുദൂറാണ് എന്ന് പറഞ്ഞാൽ അകൽച്ചയില്ല, ബധിരതയില്ല, ഉറക്കില്ല. അത് മൂന്നും ഉണ്ടെങ്കിൽ അവിടെ ബിൽഖുവ സമാഉമില്ല, അവിടെ ബിൽ ഫീൽ സമാഉം ഇല്ല. ബിൽഖുവ സമാഅോട് കൂടെയുള്ള ഹുദൂർ എന്ന് പറയുമ്പോ അപശബ്ദം പ്രശ്നവും അല്ല. അവിടെ ഒരു പ്രഗൽഭമായ ചോദ്യമുണ്ട്. ഹുദൂറിന്റെ മുറാദ് ഇആനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹുദൂറിന്റെ മുറാദ് ഇആനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചോദിക്കുന്നവര് തന്നെ അത് സമ്മതിക്കുമോ? ഇല്ലൽ ഹുദൂറ, ഹുദൂർ ഒഴിച്ച്, ഐ ഹുദൂറു മൗദിയൽ ഖുതുബത്തി, ഖുതുബയുടെ മൗദിയിൽ അവരെ ഹാദിറാവുക എന്നതൊഴിച്ച് മറ്റൊന്നും അവരെ ശർത്താക്കുന്നില്ല. ഐ വഇല്ലം യസ്മഉ ലിബുഅദിൻ ഔ നൗമിൻ ഔ ലഗത്തിൻ, അകൽച്ചയോ ഉറക്കോ അപശബ്ദമോ കാരണം കേട്ടില്ലെങ്കിലും പ്രശ്നമല്ല. അപ്പൊ അകൽച്ചയും ഉറക്കും കാരണം കേട്ടില്ലെങ്കിൽ പ്രശ്നമല്ല എന്നുള്ള അഭിപ്രായം നമ്മൾ പ്രബലമാക്കുന്നില്ല. ലഗത്തുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിലും പ്രശ്നമല്ല എന്ന അഭിപ്രായം പ്രബലമാണ്. അപ്പൊ ഇയാനത്തിൽ ഹുദൂർ കൊണ്ട് മുറാദ്
എന്താണ് എന്ന ചോദ്യത്തിന് മറുപടിയാണ് വഇല്ലം യസ്മഉ, അപശബ്ദം കാരണം അവർ കേട്ടില്ലെങ്കിലും ശരി ഖുതുബയുടെ മൗലിയിൽ ഹുദൂർ ഉണ്ടായാൽ മതി എന്നാണ് ആയത്തിൽ ഉള്ളത്. ഹുദൂർ മാത്രം പോരെന്ന് ബാജൂരിയും അലി ശിബ്റ മല്ലിസിയും റഹ്മത്തുള്ളാഹി അലൈഹിമ പറഞ്ഞിട്ടില്ലേ? അത് ശർവാനി ഉദ്ധരിച്ചിട്ട് നിരൂപണം നടത്തിയിട്ടില്ലല്ലോ. ഇതാണ് മറ്റൊരു ചോദ്യം. അവ നമുക്ക് വ്യക്തമായി പരിശോധിക്കാവുന്നതാണ്. ബാജൂരിയിൽ എന്താ ഉള്ളത്? വയുസ്തറത്തു അയ്ലൻ സമാഉഹു വലൗ ബിൽ ഖുവ, ബിൽ ഖുവ സമാഇ ശർതാണ് എന്ന് പറയുമ്പോൾ ഫലായക് ബിൽ ഇസ്റാർ വലാ ഹുദൂറുഹും ബിലാ സമാഇ, അവിടെ പതുക്കെ ഓതിയാൽ മതിയാവുകയില്ല, തീരെ കേൾക്കാത്ത ഹുദൂറും മതിയാവുകയില്ല. തീരെ കേൾക്കാത്ത ഹുദൂർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കേൾക്കാത്ത എന്നുകൂടി നോക്കണം. ലിസമമിൻ നൗബുഇദിൻ, അകൽച്ചയോ ബധിരതയോ ഉള്ളത് കൊണ്ട് കേൾക്കാത്ത ഹുദൂർ പരിഗണിക്കുകയില്ല. എന്നാൽ ഉറക്കുള്ളത് കൊണ്ട് കേൾക്കാത്ത ഹുദൂർ പരിഗണിക്കുകയില്ലേ? വഫിൻ നൗമി ഖിലാഫുൻ, നൗമിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫമുഖ്തളാ കലാമി ശിബ്റ മല്ലിസി അന്നഹു കസ്സമമി, ശിബ്റ അലി ശിബ്റ മല്ലിസിയുടെ കലാമിന്റെ തേട്ടം അത് സ്വമമ് പോലെ തന്നെ പ്രശ്നമാണ് എന്നാണ്. എന്നാൽ വജഅലഉൽ കല്ലൂബി കല്ലഗതി, കല്ലൂബി പറയുന്നു ഉറക്കിൽ ലഗത്ത് പോലെ പ്രശ്നമല്ല എന്നാണ്. വതബിയുൽ മുഹസ്സി, ബർമാവിയും പറയുന്നു അങ്ങനെ തന്നെ കല്ലൂബി പറയുന്നത് പോലെ. എന്നാൽ വദഅഫൂഹു, ലഗത്ത് പോലെയാണ് ഉറക്കി എന്ന അഭിപ്രായത്തെ ഫുഖഹാഹ് ബലഹീനമാക്കിയിട്ടുണ്ട്. എന്താ കാരണം? ലഗത്ത് പ്രശ്നമല്ല, ഉറക്ക് പ്രശ്നമാണ്. അപ്പൊ ഉറക്ക് ലഗത്ത് പോലെ എന്ന് പറയുന്നത് സമ്മതിക്കൂല, അത് ബലഹീനമാണ്. വൽ മുഅ്തമദു അന്നഹു കസ്സമമി, ആ ഉറക്ക് ലഗത്ത് പോലെയാണെന്നത് ബലഹീനമാണെങ്കിൽ മുഅ്തമദ് എന്താണ്? അലി ശിബ്റ മല്ലിസിയുടെ കലാമിന്റെ തേട്ടം പോലെ തന്നെ അത് ബധിരത പോലെ പ്രശ്നമാണെന്നാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഈ ഇബാറത്ത് ഹുദൂർ മാത്രം പോരാ, സമാഅ് വേണമെന്നതിന് തെളിവായി ചിലർ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടുള്ള ഹുദൂർ? കേൾക്കാത്ത ഹുദൂർ പോരാ. എന്തുകൊണ്ട് കേൾക്കാത്ത ഹുദൂർ? അതും കൂടി ഇതിൽ തന്നെ വ്യക്തമാണ്. സമമ് കൊണ്ടോ ബുഅദ് കൊണ്ടോ നൗമ് ഉറക്ക് കൊണ്ടോ ഉള്ള ഹുദൂർ, അതുകൊണ്ട് കേൾത്തില്ലെങ്കിൽ പ്രശ്നാണെന്നാണ് പറഞ്ഞത്. ഇവിടെ തന്നെ എത്ര വ്യക്തമാണ്, ലഗത്ത് അവരുടെ ആരുടെ അടുക്കലും പ്രശ്നമല്ല. അതുകൊണ്ടല്ലേ ഉറക്ക് ലഗത്ത് പോലെയാണെന്ന് പറഞ്ഞപ്പോൾ അവര് ബലഹീനമാണെന്ന് പറഞ്ഞത്. ലഗത്ത് പോലെയാണ് ഉറക്കെന്ന് പറയുമ്പോ ഉറക്ക് പ്രശ്നമല്ല എന്നല്ലേ വരുന്നത്. കാരണം ലഗത്ത് അവരുടെ അടുക്കൽ പ്രശ്നമല്ലല്ലോ. എന്നാൽ ഹാശിയത്ത് തഹരീറിൽ കല്യൂബിയും പ്രബലമാക്കുന്നുണ്ട് ഇത് തന്നെ, ഈ അഭിപ്രായം തന്നെ. അതാ ബുജൈരിമിയിൽ കാണാം, വദക്കറ ഖിലാഫഹു ഫീ ഹാശിയത്തി തഹരീർ, ശറഹു തഹരീറിന്റെ ഹാശിയിൽ ഇതിന് വിരുദ്ധമായ കല്യൂബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫഖാൽ, അവിടെ പറയുന്നത് ഫലാ യദുറു ലഗത്തുൽ, ലഗത്ത് പ്രശ്നമല്ലെന്നാണ്. വയദുറു നൗമുൻ, നൗമ് പ്രശ്നാണ്. അപ്പോൾ നൗമ് ലഗത്ത് പോലെയാണെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്നാണ് അവിടെ മുഅ്തമദാക്കുന്നത്. വഅ്തമദഹു, അതിനെ മുഅ്തമദാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹാശിയത്തു അമില്ലിയായിൽ അലി ശിബ്റ മല്ലിസി റഹ്മഹുല്ല എന്താ പറഞ്ഞത്? ഖൗലുഹു ഫസ്സമാഉ ബിൽ ഖുവ്വ, ബിൽ ഖുവ്വ സമാഅ് ഐ ബിഹൈതു ലൗ അസ്ഗാല സമിഅ വമിന്നു യൂഖദു, അതിൽ നിന്ന് മനസ്സിലാക്കാം അന്ന മൻ നഇസ വഖ്തൽ ഖുതുബതി, ഖുതുബയുടെ സമയത്ത് വല്ലോനും ഉറങ്ങിയാൽ ബിഹൈതു ലാ യസ്മഉ അസ്ലൻ, തീരെ കേൾക്കാത്ത രൂപത്തിൽ ഉറങ്ങിയാൽ ലാ യുഅദ്ദു ബിഹുദൂരിഹി, അവന്റെ ഹുദൂർ പരിഗണിക്കപ്പെടുകയില്ല. അപ്പൊ ഇവിടെ അപശബ്ദത്തെ പറ്റിയല്ല പറഞ്ഞത്, ഉറക്കിനെ പറ്റിയാണ്. ഉറക്കുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിൽ അത് സമാഉ ബിൽ ഖുവയാകില്ല. ബധിരതയുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിലും അസ്സമാഉ ബിൽ ഖുവയാവില്ല. അതുപോലെ വിദൂരതയുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിലും അസ്സമാഉ ബിൽ ഖുവയാവില്ല. ഇതൊക്കെ നേരത്തെ നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ഷെർവാനിയിൽ ഇത് ഉദ്ധരിച്ചിട്ട് നിരൂപണം നടത്തിയില്ലെന്നാണ്, നടത്തേണ്ടതല്ല. അത് വസ്തുതയാണ്, അത് നിരൂപിക്കപ്പെടേണ്ടതല്ല. അടുത്തത് ഹുദൂർ മതി എന്ന അഭിപ്രായം ശാദും മർദൂദുമാണെന്ന് ഫതാവൽ കുബ്രായിലുണ്ടല്ലോ. വഖൗലു ശാശി ലാ യുസ്തറത്തു സമാഉ, ഖഫാലിന്റെ കൗലെന്താണ്? സമാഅ് ശർത്താക്കപ്പെടുകയില്ല. ഹത്താ ലൗ കാനൂ സുമ്മൻ ഖഫാ ഹുദൂറുഹും, അവരെല്ലാവരും ബധിരരാണെങ്കിൽ
അവരുടെ ഹുദൂർ മാത്രം മതിയാകുന്നതാണ്. ഇതിനെ പറ്റിയാണ് ഫതാബൽ കുബ്രായിൽ ഷാദും മർദൂദുമാണെന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ ഹുദൂർ അല്ല, സമാഅ് ബിൽ ഖുവയോടുകൂടെയുള്ള ഹുദൂറാണ് നമ്മൾ പറഞ്ഞത്. അത് ശർവാനിയിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുമുണ്ട്, സമാഅ് ബിൽ ഖുവയോടുകൂടെയുള്ള ഹുദൂറാണെന്ന്. ഈ പറഞ്ഞത് ബദിരതയുള്ളതോടുകൂടി കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രശ്നമല്ല, സമാഅ് തന്നെ ഷർത്തില്ല എന്നാണ്. അതിനെ പറ്റിയാണ് ഷാദും മർദൂദുമാണെന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം, ഫലാ യദുറുൽ ലഗത്തുല്ലദീ ലാ യംനഉ സമാഅ്, കേൾവിയെ തടയാത്ത ലഗത്ത് പ്രശ്നമല്ലെന്നാണ് ജമലിലുള്ളത്. ഇപ്പൊ കേൾവിയെ തടയുന്ന ലഗത്താണെങ്കിൽ അത് പ്രശ്നമാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ മറുപടി ജമലിൽ അവിടുത്തെ ഉസ്താദ് അത്തിയത്തുല്ലാഹിൽ ഉജുഹൂരിയുടെ ഖൗൽ എടുത്തുദ്ധരിച്ചതാണ്. സുലൈമാനുൽ ജമൽ റഹിമഹുല്ലാ അവിടത്തെ അഭിപ്രായം പറഞ്ഞതല്ല. അങ്ങനെ ഉസ്താദിന്റെ ഖൗൽ എടുത്തുദ്ധരിച്ചിട്ട് അതിന് നിരൂപണം നടത്തുന്നുണ്ട്. ശേഷം വായിച്ചു നോക്കിയാൽ സത്യാവസ്ഥ മനസ്സിലാകും. ഖാല ശൈഖുന വശർത്തുൽ ഇസ്മാഉ വസ്സമാഉ ബിൽ ഖുവ്വത്തി ലാ ബിൽ ഫിഅൽ ഐ ബിഅൻ യകൂനു ബിഹൈതു ലൗ സഗൗ ലസമിഉ മഅമാഹും അലൈഹി. ഏത് ലഗത്തുണ്ടെങ്കിലും അതുള്ളതോട് കൂടി തന്നെ കേൾക്കാൻ പറ്റുന്ന പരിപത്തിലായിരിക്കണം എന്ന് ശൈഖുന പറഞ്ഞു. കദാ നുഖില അൻ ശൈഖിന, മുതഅക്കിദ നിലക്ക് ശൈഖുനയിൽ നിന്ന് ഉദ്ധരിച്ചതായി പറയുന്നില്ല. കദാ നുഖില അൻ ശൈഖിന, ഇങ്ങനെയാണ് ശൈഖുനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്, പെട്ട് കാണുന്നത്. വഹുവ, ആ ഉദ്ധരണി ശൈഖുന പറഞ്ഞുവെന്ന് പറയുന്ന ആ ഒരു വാചകം, ലാ യുനാസിബു ഇഅ്തിബാറ സമാഇ ബിൽ ഖുവ, ബിൽ ഖുവ സമാഇനെ പരിഗണിക്കുന്നതിനോട് യോജിക്കുകയില്ല. ബിൽ ഖുവ സമാ പരിഗണിക്കുന്നിടത്ത് ആ അപശബ്ദങ്ങൾ ഉണ്ടെങ്കിലും കേൾക്കണമെന്ന് പറഞ്ഞത് യോജിക്കുന്നതല്ല. ആ അപശബ്ദം ഉള്ളതോടുകൂടെ കേട്ടില്ലെങ്കിൽ പ്രശ്നമല്ലെന്നും അപശബ്ദം നീങ്ങുകയാണെങ്കിൽ കേട്ടാൽ മതിയെന്നുമാണ്. അതിപ്പറം പറയുന്നുണ്ടല്ലേ, അങ്ങനെ യോജിപ്പില്ല എന്ന് നമ്മൾ പറഞ്ഞതിന്റെ കാരണം ലി അന്ന എന്ന ഇല്ലത്ത് വഹുവ ലാ യുനാസിബു, ശൈഖിയുടെ ഖൗല് ബിൽ ഖുവ സമാഇനോട് മുനാസിബല്ല എന്ന് പറഞ്ഞതിന്റെ ഇല്ലത്താണ്. അപ്പൊ ലാ യുനാസിബു എന്നതിന്റെ മഅലൂലാണ്. ഇത് പറയുമ്പോ മഅലൂൽ അടക്കം വായിക്കണം, മഅലൂൽ അടക്കം എടുത്തു പറയണം. അപ്പോൾ ലി അന്ന ഫീഹാ നഅ്തബിറു സവാലൽ മാനിഅ, മാനിഅ എന്താണോ അത് നീങ്ങിയാൽ കേൾക്കും എന്നതിനെയാണ് ബിൽ ഖുവ സമാഇൻ നമ്മൾ പരിഗണിക്കുന്നത്. നീങ്ങിയാൽ കേൾക്കുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞ ആ മാനിഅന്റെ കൂട്ടത്തിൽ ഇവിടെ സമമും ബുഅദും നൗമും ഒക്കെ എണ്ണുന്നുണ്ട്. അതിനോട് അത് പ്രബലമാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. സമമുള്ളതോടുകൂടെ ബുഅദുള്ളതോടുകൂടെ നൗമുള്ളതോടുകൂടെ കേട്ടിട്ടില്ലെങ്കിൽ അത് ബിൽ ഖുവ സമാഅമാവുകയില്ലെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പക്ഷേ ഇവിടെ പറയുന്നത് മാനിഅന്റെ കൂട്ടത്തിൽ സമമിനെയും നൗമിനെയും ബുഅദിനെയും എണ്ണുന്നുണ്ട്, ലഗത്തും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിലൊന്നും നമുക്ക് ചർച്ചയില്ല. അത് അഭിപ്രായപ്പെട്ടവരുണ്ട്. സമമുണ്ടെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്, നൗമുണ്ടെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്, അത് പറ്റൂല എന്ന് പറഞ്ഞവരും ഉണ്ട്. അതിനെപ്പറ്റി നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം ഉറക്ക് കൊണ്ട് കേട്ടില്ലെങ്കിൽ പറ്റുമോ ഇല്ലേ, ബധിരതയുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിൽ പറ്റുമോ ഇല്ലേ, അതുപോലെ അകൽച്ചയുള്ളത് കൊണ്ട് കേട്ടില്ലെങ്കിൽ പറ്റുമോ ഇല്ലേ, അങ്ങനെ ഒരു തർക്കം ഇവിടെയില്ല. അപശബ്ദമുള്ളതോടുകൂടി കേട്ടില്ലെങ്കിൽ പറ്റുമോ ഇല്ലേ എന്നതാണ് നമ്മുടെ ചർച്ച. ആ അപശബ്ദമുള്ളതോടുകൂടെ അത് നീങ്ങിയാൽ കേൾക്കലിനെയാണ് ബിൽ ഖുവ സമാഇ നമ്മൾ പരിഗണിക്കുന്നത് എന്നാണ് ജമലിൽ പറഞ്ഞത്. അപ്പോ ഒരു ചോദ്യമുണ്ട്, ഇവര് പിന്നെ കേട്ടു എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഇവര് കേൾക്കുന്നവരാണ് ബിൽ ഖുവ, ഫലത്തിൽ കേൾക്കുന്നവരാണ്, യാഥാർത്ഥ്യത്തിൽ കേൾക്കുന്നവരല്ല. ഐ ഹാദിറൂൻ എന്ന് പറഞ്ഞാൽ കേൾക്കാവുന്ന രൂപത്തിൽ സന്നിഹിതരായവരാണ് എന്നാണ് പറഞ്ഞതിന്റെ മാന. ഇതാണ് ജമലിലുള്ളത്. അടുത്തത് ബിൽ ഖുവ കേൾവി പ്രകാരം തന്നെ ശബ്ദമോ കോലാഹലങ്ങൾ പറ്റില്ലെന്ന് ഇദ്മുദുൽ ഐനൈനിയിൽ ഉണ്ടല്ലോ.
ബിൽക്കുവ കേൾവി പ്രകാരം ശബ്ദ കോലാഹലങ്ങൾ പ്രശ്നമല്ലെന്ന് നേരത്തെ നമ്മൾ സ്ഥിരപ്പെടുത്തിയത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ഇസ്മുൽ ഐനൈനിയാണ്. ആ ഇസ്മുൽ ഐനൈനിയിൽ തന്നെ രണ്ട് വീക്ഷണപ്രകാരവും ലഗത്ത് പറ്റില്ല എന്ന് ഇത്തിഫാഖുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇതാണ് ചോദ്യം. അതിന് മറുപടി നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അലാമാ ഫീഹി എന്ന ഇബാറത്ത്, ആ പ്രയോഗം എന്തിനുള്ളതാണ്? മുമ്പ് പറഞ്ഞത് ബലഹീനമാണ്, ദുർബലമാണ് എന്നത് അറിയിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ ഇസ്മുൽ ഐനൈനിൽ ഫലാ തസിഹു ബിത്തിഫാഖിഹിമാ മഅ ഇസ്റാറിൻ ഔ ലഗത്തിൻ ഔ നൗമി യംനഉ സമാഅ റുക്നിൻ അലാ മാ ഫീഹി. ഇത് പറഞ്ഞതിന് ശേഷം അലാ മാ ഫീഹി കൊണ്ടുവരുന്നുണ്ട്. അലാ മാ ഫീഹി കൊണ്ടുവന്നാൽ ഈ പറഞ്ഞത് ബലഹീനമാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു മറുപടി കൂടി അതിന് പറയാം. അതൊക്കെ നമ്മൾ മുഖപുരയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യമാണ്. ഏതാണ് ആദ്യം പറഞ്ഞത് എന്ന് നോക്കണം. ആദ്യം പറഞ്ഞത് ഇതാണ്: രണ്ട് വീക്ഷണപ്രകാരവും ലഗത്ത് പറ്റില്ലെന്ന അഭിപ്രായത്തിൽ ഇത്തിഫാഖുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ ലഗത്ത് കൊണ്ട് പറ്റില്ല എന്നത് ഇബ്നു ഹജറിന്റെ ബിൽഫിയിൽ വീക്ഷണപ്രകാരം മാത്രമാണെന്ന് പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ പിന്നീട് പറഞ്ഞതിനെയാണ് നമ്മൾ തെളിവായി എടുത്തത്. ഒരാളുടെ രണ്ട് കൗല് തന്നെ വിരുദ്ധമായി വൈരുദ്ധ്യമായി വന്നാൽ അവസാനം പറഞ്ഞതിനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന ഖായിദ ശാഫിഈ മദ്ഹബിനെ പരിചയപ്പെടുത്തുന്നിടത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. മറ്റൊരു സംശയം, ബിൽക്കുവി കേൾവി പ്രകാരം തന്നെ അപശബ്ദം പാടില്ലെന്ന് ബുശ്റൽ കരീമിൽ ഉണ്ടല്ലോ. ബുശ്റൽ കരീമിൽ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇസ്മാഉൽ അദദില്ലദീ തൻഅഖിദു ബിഹിൽ ജുമുഅതു ബിഅർകാനിഹിമാ വലൗ ബിൽ ഖുവ്വതി ഫലാ തസിഹു മഅ ഇസ്റാറിൻ വലാ മഅ സമമിൻ വലൗ ലിബഅദിഹിം വലാ മഅ ലഗത്തിൻ. ഇവിടെ ബിൽ ഖുവ്വ പറഞ്ഞത് സമാഇനെ പറ്റിയല്ല. ഇസ്മാഉൽ അദദില്ലദീ തൻഅഖിദു ബിഹിൽ ജുമുഅതു ബിഅർകാനിഹിമാ വലൗ ബിൽ ഖുവ്വ. ബിൽ ഖുവ്വ ഇസ്മാ വേണമെന്നാ പറഞ്ഞത്. സമാ ബിൽ ഫിഅൽ വേണമെന്ന് ഇബ്നു ഹജറിന്റെ അതേ വീക്ഷണമാണ് ശേഷം പറയുന്നത്. ചിലര് ബിൽ ഫിഅൽ ഇസ്മാ വേണമെന്ന് പറഞ്ഞിട്ട് സമാ ബിൽ ഖുവ്വ മതി എന്ന് പറയുന്നവരുണ്ട്. ചിലര് ബിൽ ഖുവ്വ ഇസ്മാ വേണമെന്ന് പറഞ്ഞിട്ട് സമാ ബിൽ ഫിഅൽ തന്നെ വേണമെന്ന് പറയുന്നവരുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞത്. ഇസ്മാ ബിൽ ഖുവ്വ വേണമെന്ന് പറഞ്ഞാലും ബിൽ ഫിഅൽ വേണമെന്ന് പറഞ്ഞാലും മുറാദ് ഒന്നു തന്നെയാണ്. അവിടെ ഒരു വ്യത്യാസവും ഇല്ല. സമാ ബിൽ ഖുവ്വയും ബിൽ ഫിഅലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇസ്മാ അത് രണ്ടും ഒന്നാണ്. ബാജൂരി നോക്കിക്കോ, ഇസ്മാഉൽ ഖതീബ് ബിൽ ഫിഅലി, ബിൽ ഫിഅലിൽ തന്നെ ഖതീബ് കേൾപ്പിക്കണം. വൽ മുറാദു ബിഹി റഫഉ സൗതിഹി, അതുകൊണ്ടുള്ള മുറാദ് ആ ഖതീബ് അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർത്തൽ മാത്രമാണ്. എന്നാൽ നിഹായയിൽ ബിൽ ഖുവ്വ മദി ഇസ്മാ എന്ന് പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? ഖതീബ് അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർത്തൽ കൊണ്ട്. അപ്പൊ അവിടെ ബിൽ ഖുവ്വ മദി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഖതീബ് അദ്ദേഹത്തിന്റെ ശബ്ദമുയർത്തുക. ഇവിടെ ബിൽ ഫിഅൽ വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതും അത് തന്നെയാണ്. ഇതുകൊണ്ടാണ് ജമലിൽ വ്യക്തമാക്കി പറഞ്ഞത് വമൻ അബ്ബറ ബിൽ ഇസ്മാഇ അയ്ളം ബിഖൗലിഹി വലൗ ബിൽ ഖുവ്വ. ഇസ്മാഇന്റെ വിഷയത്തിൽ വല്ലോരും വലൗ ബിൽ ഖുവ്വ എന്ന് ഇബാറത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അറാദ ബിഹി ഹാദൽ മഅന, ബിൽ ഫിഅൽ ഇസ്മാ കൊണ്ട് എന്ത് മാനയാണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ബിൽ ഖുവ്വ ഇസ്മാ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അതേ സമയത്ത് സമാഇൽ രണ്ടും വ്യത്യാസമുണ്ട്. ഇസ്മാഇൽ രണ്ടും ഒന്നാണ്. ബുശ്റൽ കരീമിൽ വലൗ ബിൽ ഖുവ്വ എന്ന് പറഞ്ഞത് ഇസ്മാഇനെ പറ്റിയാണ്. ശേഷം വിവരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാം ലഗത്ത് ഉള്ളതോടുകൂടി പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി അത് ബിൽ ഫിഅൽ സമാഇനെ പറ്റിയാണ് പറഞ്ഞത്. ഈ പറഞ്ഞത് ബുശ്റൽ കരീമിലുള്ള ഇബാറത്തിന്റെ ഒരു മറുപടിയാണ്. രണ്ടാമത്തെ മറുപടി ബിൽ ഖുവ്വ പ്രകാരവും ലഗത്ത് പറ്റില്ല എന്ന് ബുശ്റൽ കരീമിലുള്ളതിന്റെ മാന എന്ന് വല്ലോരും മനസ്സിലാക്കിയാൽ അവരോട് ചോദിക്കട്ടെ,
ഇത് ഇസ്മുദുൽ ഐനൈനിയിൽ നേരത്തെ ലഈഫാണെന്ന് പറഞ്ഞ അതേ അഭിപ്രായമല്ലേ നിങ്ങൾ മനസ്സിലാക്കി വെച്ചത്? ബുശ്റൽ കരീമിന്റെ മുസന്നിഫ് സഈദ് ബഅസൻ റഹിമഹുല്ലാഹയുടെ ശിഷ്യനാണ് ഇസ്മുദുൽ ഐനൈനിയുടെ മുസന്നിഫ് മഹാനായ അലി ബാസുബ്രൈൻ റഹിമഹുല്ലാഹ്. അപ്പോൾ ദുർബലമായ ഒരു അഭിപ്രായം പിടിച്ചിട്ട് എന്തിനാണ് പരസ്പരം തർക്കിക്കുന്നത്? അനാവശ്യമാണത്. മുഹമ്മദുർ റംലി യുകാഫി ബിനാ ഹജർ ഫഖ്തർ ഇദാ തഖാലഫ ബിലാ ഹദർ വഇയകു ശൈഖു വൽ ഖാതീബു മഅ വാഹിദിൻ ഫകുല്ലുഹും മുസീബു. ഇബ്നു ഹജർ റഹിമഹുല്ലാഹയുടെ അഭിപ്രായം അത് പ്രബലമാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ഫത്വ കൊടുക്കുകയും ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. മുഹമ്മദുർ റംലി റഹിമഹുല്ലാഹയുടെ അഭിപ്രായം അത് പ്രബലമായി കാണുന്നവർക്ക് അതനുസരിച്ച് ഫത്വ കൊടുക്കുകയും അമൽ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഒരേ ഗ്രേഡ് ഉള്ളതാണ്. ഇതോടുകൂടി മൂന്നാമത്തെ വീക്ഷണം നാം ഇവിടെ നിർത്തുകയാണ്. അതിന്റെ ചർച്ച തൽക്കാലം ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. എന്നാൽ ജായിസാണെന്ന് പറയുന്നതോടുകൂടെ തന്നെ നല്ലതല്ല എന്ന് പറയാനുള്ള ന്യായം എന്താണ്? അഥവാ നമ്മൾ ഇവിടെ ഇതുവരെ പറഞ്ഞത് ശബ്ദ കോലാഹലങ്ങൾ കാരണമായി ഖുതുബ കേട്ടിട്ടില്ലെങ്കിൽ, കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഖുതുബ സ്വഹീഹല്ലെന്ന് ഇബ്നു ഹജറിന്റെ വീക്ഷണം. ആ വീക്ഷണത്തിൽ സ്പീക്കർ ഓൺ ചെയ്ത് വെച്ചത് കൊണ്ട് ശബ്ദ കോലാഹലത്തിൽ ഉൾപ്പെടുമോ? ഉൾപ്പെടും എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്, ഇല്ല എന്ന് വേറെ ഒരു വിഭാഗം പറയുന്നുണ്ട്. അതിന്റെ തെളിവുകളും ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും അവലോകനങ്ങളും ഒക്കെ അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാണ്. പ്രസ്തുത ചർച്ച കേട്ട് കഴിയുമ്പോഴേക്ക് അതിലുള്ള കഴമ്പുകേടും വ്യക്തമാകുന്നതാണ്. അങ്ങനെ ഒരു കഴമ്പുണ്ടെന്ന് തോന്നുന്നവർക്ക് അഭിപ്രായ ഭിന്നത പരിഗണിച്ചുകൊണ്ട് സ്പീക്കറിൽ ഖുത്ബ ഓതുന്നത് ഉപേക്ഷിക്കാൻ സാധ്യമാണെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത്. ഇതാണ് മൂന്നാമത്തെ വീക്ഷണം അവതരിപ്പിച്ച മഹാന്മാരായ പണ്ഡിതന്മാർക്ക് പറയാനുള്ളത്. ഇനി ജായിസ് അല്ല എന്ന് പറയുന്ന ഭാഗമാണ്, വീക്ഷണമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതിന്റെ ആമുഖമായി ഞാൻ പറയുന്നു, ഈ മൂന്ന് വീക്ഷണവും എന്നുടേതല്ല. കേരളത്തിൽ കഴിഞ്ഞുപോയ തലയെടുപ്പുള്ള ഉന്നതരായ മഹാത്മാക്കളായ വലിയ ആലിമീങ്ങൾക്കിടയിൽ നടന്ന ചർച്ചയും വീക്ഷണ വ്യത്യാസങ്ങളുമാണ്. അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വിയോജിപ്പിന്റെ കാരണമെന്ത്? അതിന് ശാഫിഈ മദ്ഹബുമായുള്ള ബന്ധമെന്ത്? ഇത് വിവരിക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ജായിസ് അല്ല എന്ന് പറയുന്നവരുടെ തെളിവ് അത് അവർക്ക് തെളിവാണ്. ജായിസ് ആണ് എന്ന് പറയുന്നവരുടെ തെളിവ് അത് അവർക്കും തെളിവാണ്. പക്ഷേ ചർച്ചക്കിടയിൽ ഓരോ തെളിവുകളെയും ഗണ്ണിക്കുകയും ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും മറുപടികളും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ അവർക്കിടയിൽ നടന്ന ചർച്ചകൾ സ്ഥിരപ്പെടുത്തുക എന്നല്ലാതെ നാം അവരുടെ തെളിവുകൾ ചോദ്യം ചെയ്യുകയോ അവരുടെ വാദങ്ങളെ ഗണ്ണിക്കുകയോ ചെയ്യുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ജായിസ് അല്ല എന്ന വീക്ഷണക്കാർക്ക് പറയാനുള്ള ന്യായം നേരത്തെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒന്നുകൂടി ആവർത്തിക്കാം. സ്പീക്കറിൽ സംസാരിക്കുന്നവന്റെ ശബ്ദം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഖതീബിന്റെ ശബ്ദം തന്നെ കേൾപ്പിക്കണമെന്ന ശർത്തും കേൾക്കണമെന്ന ശർത്തും നഷ്ടപ്പെടുന്നു. ഇതാണ് അവരുടെ വാദം. ഇതിന് തെളിവ് പറയേണ്ടത് വാദിയാണ്, കേട്ടി നിൽക്കുന്നവരല്ല. കാരണം നമ്മൾ നേരത്തെ ആമുഖമായി പറഞ്ഞിട്ടുണ്ട്, മദ്ഹബാണെങ്കിൽ നഖല് വേണം, ഉദ്ധരണി വേണം. അപ്പോൾ അവരതിന് മറുപടി പറയുന്നുണ്ട്, അവരുടെ അടുക്കൽ അതിന് തെളിവുണ്ട്. എന്താണ് മറുപടി? ഖതീബ് അദ്ദേഹത്തിന്റെ സൗത്ത് ഉയർത്തണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഖതീബിന്റെ ശബ്ദം തന്നെ കേൾപ്പിക്കണം. സ്പീക്കറിന്റെ ശബ്ദം കേൾപ്പിച്ചാൽ പോരാ. സ്പീക്കറിലൂടെ ഖതീബിന്റെ ശബ്ദത്തിന് തഗയ്യുർ സംഭവിക്കുന്നുണ്ട്, അത് തനി ശബ്ദമല്ല. ഇതാണ് തെളിവ്. എന്നാൽ ജായിസാണെന്ന് പറയുന്നവർക്ക് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്.
ഖതീബ് അദ്ദേഹത്തിന്റെ ശബ്ദമുയർത്തണം എന്ന് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ പറഞ്ഞവരാരെങ്കിലും ബിലാ വാസിത്തത്തിൻ ഉപകരണം കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ശബ്ദമുയർത്തുന്നത് ഉപകരണത്തോടെയും അല്ലാതെയും ആവാം. അതിന് അവരോട് പറയുന്ന മറുപടി ചന്ദ്രക്കല നോക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ത്? റുഅയത്തുൽ ഹിലാലി ബഅദൽ ഖുറൂബി ബിലാ വാസിതതി നഹവി മിർആത്ത്. അത് തുഹഫയിലുണ്ട്. മിർആത്ത് പോലത്തെ ഉപകരണം കൂടാതെ ഖുറൂബിന് ശേഷം ചന്ദ്രക്കല കാണണം. അപ്പോഴാണ് ശർഈയായി കണ്ടതായി പരിഗണിക്കുകയുള്ളൂ. ഇതിന് വ്യാഖ്യാനം ശർവാനിയിൽ പറയുന്നു, ഖൗലുഹു നഹവി മിർആത്തിൻ കൽമാഇ വൽ ബല്ലൂരി, വെള്ളം പോലെ പളുങ്ക് പോലെ, വല്ലദീ യുഖർരിബുൽ ബഈദ്, ദൂരെയുള്ളതിനെ അടുപ്പിക്കുന്ന യന്ത്രം, വയുഖബ്ബിറു സഗീറ ഫിന്നദിരി, നോട്ടത്തിൽ ചെറുതിനെ വലുതാക്കുന്ന യന്ത്രം. ഇതൊന്നും പറ്റില്ല. നഗ്നനേത്രം കൊണ്ട് കാണണം. ഇത് അഥവാ ഇപ്പറഞ്ഞതുപോലെയുള്ള ഉപകരണം കൊണ്ട് പറ്റില്ല. ഇതിന് ജായിസാണ് എന്ന് പറയുന്നവർക്ക് രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. ഒന്ന്, ചന്ദ്രക്കല നോക്കുന്നിടത്ത് ഇത്തരം വാസിത്തകൾ പറ്റില്ല എന്ന് പറഞ്ഞ ഇമാമുകളിൽ ആരെങ്കിലും ഖതീബ് ശബ്ദമുയർത്തുന്നയിടത്ത് ബിലാ വാസിത്തത്തിൻ ഉപകരണം കൂടാതെ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ മറുപടി ഉണ്ടല്ലോ, ചന്ദ്രക്കല നോക്കുന്നിടത്ത് ഉപകരണം കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന മറുപടി. ആ മറുപടി കേൾക്കുമ്പോൾ ജായിസാണെന്ന് പറയുന്നവർക്ക് പറയാനുണ്ട് രണ്ട് കാര്യം. ഒന്ന്, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ചന്ദ്രക്കല നോക്കുന്നിടത്ത് ഇത്തരം വാസിത്തകൾ പറ്റില്ല എന്ന് പറഞ്ഞ ഇമാമുകളിൽ ആരെങ്കിലും ഖതീബ് ശബ്ദമുയർത്തണം എന്ന് പറഞ്ഞിടത്ത് വാസിത്ത പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? രണ്ടാമതായി അവർക്ക് പറയാനുള്ളത്, ചന്ദ്രക്കല കാണലിനോട് ഖതീബിന്റെ ശബ്ദത്തെ ഖിയാസാക്കാൻ പറ്റില്ല. കാരണം അവിടെ ചന്ദ്രക്കല തന്നെയാണ് ബിദ്അത്ത് മഖ്സൂദ്. ഖുതുബയിൽ ബിദ്അത്ത് മഖ്സൂദ് ഖതീബിന്റെ സൗത്തല്ല, മറിച്ച് വഅളാണ്. ഖതീബിന്റെ ശബ്ദമല്ല. ഖതീബിന്റെ ശബ്ദം അതിന്റെ വസീല മാത്രമാണ്. ഇമാമുന റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണുക, അശ്ശരീതത്തു സാദിസത്തു ലിൽ ഖുത്ബത്തി റഫഉ സൗതി, ഖുത്ബയുടെ ആറാമത്തെ ശർത്ത് അത് സൗത്തിനെ ഉയർത്തലാണ്. അവിടെ ലമീർ ഒന്നുമില്ല, അത് പ്രശ്നാക്കണ്ട. ലമീർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഖതീബിന്റെ സൗത്ത് അത് മാത്രമാണ് മുറാദ്. ഖതീബിനിക്ക് അദ്ദേഹത്തിന്റെ സൗത്തല്ലാതെ ഉയർത്താൻ പറ്റില്ല. ഇരിക്കട്ടെ, ഫഇന്നൽ വഅലല്ലദീ ഹുവ മഖ്സൂദുൽ ഖുതുബത്തി, ഖുതുബയുടെ മഖ്സൂദ് എന്താണ്? അത് വഅലാണ്. ലാ യഹ്സുലു ഇല്ലാ ബിൽ ഇബ്ലാഗി വൽ ഇസ്മാഇ വദാലിക ലാ യഹ്സുലു ഇല്ലാ ബിറഫഇ സൗതി. ഈ വഅദ് ഹാസിലാകണമെങ്കിൽ, അത് സാധ്യമാവണമെങ്കിൽ ഇബ്ലാഗ് ഇസ്മാ വേണം. അത് സാധ്യമാകണമെങ്കിലോ അത് റഫഉ സൗത്ത് വേണം. ഖതീബ് ശബ്ദം ഉയർത്തണം, റഫഉ സൗത്ത് ശബ്ദം ഉയർത്തണം. ഇതാണ് ശറഹുൽ കബീറിൽ ഇമാം റാഫിഈ തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഖുതുബ കൊണ്ടുള്ള മുറാദ് എന്താണ്? വഅദാണ്. ചന്ദ്രക്കല നോക്കുന്നിടത്ത് മുറാദ് എന്താണ്? ചന്ദ്രക്കല തന്നെയാണ്. ഇനി രണ്ടാമത് ഇമാം ഹിസ്നി റഹിമഹുല്ലാഹ് അവിടുത്തെ കിഫായത്തുൽ അഖ്യാറിൽ പറയുന്നത് കാണാം, അസ്സാദിസ് റഫഉ സൗത്ത്, ശബ്ദമുയർത്തലാണ് ആറാമത്തെ ശർത്ത്. അവിടെയും ലമീർ ഒന്നുമില്ല. ലമീർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അർത്ഥം തന്നെയാണ്. ബിഹൈതു യുസ്മിഉ 40 മിൻ അഹ്ലിൽ കമാൽ വഇല്ലാ, അങ്ങനെ ശബ്ദമുയർത്തിയിട്ടില്ലെങ്കിലോ ലമാ യഹ്സുലുൽ മഖ്സൂദ് മിൻ മശ്റൂഇയ്യത്തിൽ ഖുതുബത്തി, ഖുതുബ ശർആക്കപ്പെട്ടതിൽ ഒരു മുറാദുണ്ട്. ആ മുറാദ് ലഭ്യമല്ല. എന്താണ് ആ മുറാദ് എന്ന് ഇമാമുന റാഫിഈ തങ്ങൾ പറഞ്ഞത് നേരത്തെ നമ്മൾ വായിച്ചല്ലോ. ഇനി സൗത്ത് മഖ്സൂദുള്ള ഇബാറത്തുകൾ വായിക്കാം. അത് കേൾക്കുമ്പോൾ ഇത് മനസ്സിലാകും, എളുപ്പത്തിൽ മനസ്സിലാകും. വൽ മർഅതു തഅതി ബി അഖല്ലി മറാതിബിൽ ജഹരി ലിഅന്ന സൗതഹാ ഔറത്തുൻ
പെണ്ണ് ജഹ്റാക്കണമെന്ന് പറഞ്ഞെടുത്ത് ജഹറിന്റെ അഖല്ല് മറാത്തിബിനെ കൊണ്ടുവരേണ്ടതാണ്. കാരണം അവളുടെ സൗത്ത് ഔറത്താണ്. ഇവിടെ ഉദ്ദേശം അവളുടെ സൗത്ത് തന്നെയാണ്, അവളുടെ ശബ്ദം തന്നെയാണ്. ഇവിടെ ആരെങ്കിലും പറഞ്ഞാലോ അവളുടെ ശബ്ദമാണ് മുറാദ്, ആ സ്പീക്കറിലൂടെ ആകുമ്പോ അവളുടെ ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് സ്പീക്കർ ആണെങ്കിൽ എത്ര വേണമെങ്കിലും പെണ്ണിനിക്ക് ജഹ്റാക്കാമെന്ന് വല്ലോരും പറഞ്ഞാൽ ഹിലാലിനെ നോക്കുന്നിടത്ത് വാസിത്ത പറ്റില്ലെന്ന് പറഞ്ഞതും ഇവിടെ വാസിത്ത പറ്റില്ലെന്ന് അതിനോട് ഖിയാസാക്കുന്നതും യാ ബിദ്അത്ത് മഖ്സൂദ് രണ്ടും വ്യത്യാസമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതേസമയത്ത് ഖുതുബയുടെ വിഷയം അങ്ങനെയല്ല. ഒരു ഇബാറത്ത് കൂടി വായിക്കാം. ഇതുപോലെ ധാരാളം ഇബാറത്തുകളുണ്ട്. അമ്മാഹിയ പെണ്ണ്, ഫലാ തർഫഉ സൗതഹ അവളുടെ സൗത്തിനെ ഉയർത്തരുത്, അവളുടെ സൗത്തിനെ ഉയർത്തരുത്, മഅ ഗൈരി മഹാരിബിഹ മഹാരിമ അല്ലാത്തവരുടെ കൂടെ. അപ്പോൾ പറയുന്നവർക്ക് പറയാം ഇവിടെ ഉദ്ദേശം അവളുടെ സൗത്ത് തന്നെയാണ്, വാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ സ്പീക്കറിലാകുമ്പോൾ അവളുടെ സൗത്ത് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഗൈറു മഹാരിമിന്റെ കൂടെ തന്നെ എത്ര വലിയ സൗണ്ടിലും സ്പീക്കറിൽ അവൾക്ക് ശബ്ദിക്കാവുന്നതാണ് എന്ന് വല്ലോരും പറഞ്ഞാൽ ഈ മറുപടി കൊണ്ട് അവരെ എതിർക്കാൻ പറ്റില്ല. അതേസമയത്ത് ഖുതുബ അങ്ങനെയല്ല. ഖുതുബയുടെ ബിദ്അത്ത് മഖ്സൂദ് ഖതീബിന്റെ സൗത്തല്ല, വഅദാൻ. ഉത്തരം വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും, അതായത് വാസിത്ത കൂടാതെ എന്ന് വല്ലോരും പറഞ്ഞോ എന്നല്ലേ, വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും വ്യംഗ്യമായി പറഞ്ഞിട്ടുണ്ട്. وقولهم ഇതിൽ മദ്ഹബ് നഖ്ലുൻ ലാ യുനാഫി ജവാദൽ ബഹ്തി വൽ അഖ്ദി മിൻ ഇബാറാതിഹിം. മദ്ഹബ് നഖ്ലാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അവര് പറഞ്ഞതിൽ നിന്ന് ബഹ്ത് ചെയ്യുന്നതിനോ അവർ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോ അപ്പറഞ്ഞത് എതിരല്ല. ഔഇലലിഹിം അല്ലെങ്കിൽ അവര് പറഞ്ഞ ചില ഇല്ലത്തുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോ ഔ ബഅദ് ഖവാഇദിഹിൽ കുല്ലിയ അവര് പറഞ്ഞ കുല്ലിയായ ചില ഖായിദകൾ വെച്ച് കാര്യങ്ങൾ പറയുന്നതിനോ മദ്ഹബ് നഖ്ലാണ് എന്ന് പറഞ്ഞതിനെതിരല്ല. അഥവാ ബിഅയ്യർഫഅൽ ഖതീബു സൗതഹു എന്നതിലുള്ള ഹു എന്ന ലമീറിന്റെ മഫ്ഹൂം അഥവാ ഇബാറത്തിൽ നിന്ന് പിടിക്കാനുള്ളത് മനസ്സിലാക്കാനുള്ളത് കേൾപ്പിക്കേണ്ടതും കേൾക്കേണ്ടതും അയാളുടെ ശബ്ദം തന്നെയാവണം എന്നാണ്. അപ്പൊ വ്യക്തമായി അവര് സ്വരീഹാക്കിയിട്ടില്ലെങ്കിലും അവര് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ തെളിവ് പിടിച്ചില്ലേ, കണ്ടില്ലേ? ജായിസല്ല എന്ന് പറയുന്നത് അവരവരുടെ വീക്ഷണപ്രകാരം സ്വയം അങ്ങ് പ്രഖ്യാപിക്കലല്ല. ബിഅയ്യർഫഅൽ ഖതീബു സൗതഹു എന്ന് പറഞ്ഞതിന്റെ മഫ്ഹൂം എന്നാണ്. വെറും മന്തൂക്ക് മാത്രം മനസ്സിലായാൽ പോരാ, അതിൽ നിന്ന് മഫ്ഹൂം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് അവരുടെ മറുപടി. എന്നാൽ ജായിസാണ് എന്ന് പറയുന്നവർക്ക് അതിന് പറയാനുള്ളത് മഅനാ ഖൗലിഹിം അൽ മദ്ഹബ് നഖ്ലുൻ മദ്ഹബ് നഖ്ലാണ് എന്ന് പറഞ്ഞതിന്റെ മഅന അദ്മു ജവാസി തർക്കി മൻഖൂലിൽ മദ്ഹബി വനുസൂസിഹി മദ്ഹബിലുള്ള നസ്സുകളും അതിന്റെ നഖലുകളും ഒഴിവാക്കൽ ജായിസല്ല എന്നാണ്. വഅദമു ജവാസിൽ ഇഫ്താഇ വൽ അമലി ലിഅഹദിൻ ബിഖിലാഫിഹി ആ നഖലിനിക്ക് എതിരായുള്ള ഒരു മഫ്ഹൂമ് അത് പറ്റൂല. അതിനെതിരായി കൊണ്ട് ഫത്വ കൊടുക്കാനും അമൽ ചെയ്യാനും പറ്റൂല എന്നാണ് അപ്പറഞ്ഞതിന്റെ മഅന. അഥവാ റഫ്ഉ കൊണ്ടുള്ള മുറാദ് എന്താണെന്ന് അഇമ്മത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അവര് വ്യക്തമാക്കിയതിനെ തള്ളിയിട്ട് അതല്ല ഞങ്ങള് പറയുന്ന മഫ്ഹൂമാണ് ശരി എന്ന് പറയാൻ പറ്റില്ല. അഥവാ വമുറാദു മൻ ഖാല ഇന്നഹു റുക്നുൻ ഈ 39 പേരെ കേൾപ്പിക്കൽ റുക്നാണ് എന്ന് പറഞ്ഞവരുടെ മുറാദ് എന്താണ്? അർറഫഉ ശബ്ദമുയർത്തലാണ്. ഇവിടെ ലമീർ ഒന്നുമില്ല. അർറഫഉ ശബ്ദമുയർത്തലാണ്. ബിഹൈതു യുസ്മിഉ 40 ആളെ കേൾപ്പിക്കുന്ന രൂപത്തില് ഹത്താ ലൗ ഖതബ ഫീ നഫ്സിഹി അയാൾ സ്വകാര്യത്തിൽ ഓതിയാൽ
വലം യുസ്മി അഹദൻ മറ്റൊരാളെയും കേൾപ്പിച്ചില്ലെങ്കിൽ ലാ യുജ്സിഉ അത് മതിയാവുകയില്ല. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? മുറാദ് എന്താണ്? റഫഉ സൗത്താണ് മുറാദ്. ആ റഫഉ സൗത്ത് സിർറാക്കി ഓതാൻ പറ്റില്ലെന്നാണ് റഫഇന്റെ മാന. അതല്ലാതെ വാസിത്ത പറ്റൂല എന്നല്ല. വാസിത്ത പറ്റൂലാന്ന് ഇമാമുകൾ ആരും പറഞ്ഞിട്ടില്ല. റഫഉ കൊണ്ട് മുറാദ് എന്താണ്? ഹത്താ ലൗ ഖതബ ഫീ നഫ്സിഹി വലം യുസ്മി അഹദൻ, സ്വകാര്യത്തിൽ ഓതി മറ്റൊരാളെ കേൾപ്പിച്ചില്ല എന്നാൽ പറ്റില്ല എന്നാണ് പറഞ്ഞതിന്റെ മാന. ഇത് കിഫായത്തു തംബീഹിൽ ഇബ്നു റിഫാഅത്ത് തങ്ങൾ പറഞ്ഞതാണ്. ഇനി നോക്കിക്കോ, കിഫായത്തുൽ അഖ്യാറിൽ ഹിസ്നി തങ്ങൾ പറഞ്ഞത് അശ്ശരീതത്തു സാദിസത്തു ലിൽ ഖുതുബത്തി റഫഉ സൗത്ത്. ഖുതുബയുടെ ആറാമത്തെ ശർത്ത് എന്താണ്? റഫഉ സൗത്ത്, ശബ്ദമുയർത്തലാണ്. ബിഹൈതു യുസ്മി 40, 40 ആളെ കേൾപ്പിക്കുന്ന രൂപത്തില്. വഇല്ലാ ലമാ യഹ്സുൽ മഖ്സൂദ് മിൻ മശ്റൂഇയ്യത്തിൽ ഖുതുബ, അതുകൊണ്ട് മാത്രമേ ഖുതുബയുടെ മഖ്സൂദ് നടക്കുകയുള്ളൂ. മഖ്സൂദ് എന്താണ്? അത് നേരത്തെ നമ്മൾ വായിച്ചല്ലോ ശറഹുൽ കബീർ എന്ന്. അശ്ശരീതത്തു സാദിസത്തു ലിൽ ഖുതുബത്തി റഫഉ സൗത്ത്. റഫഉ സൗത്താണ് ആറാമത്തെ ശർത്ത്. ഫഇന്നൽ വഅദല്ലദീ വമഖ്സൂദുൽ ഖുതുബത്തി, ഖുതുബയുടെ മഖ്സൂദാകുന്ന വഅദ് ലാ യഹ്സുലു ഇല്ലാ ബിൽ ഇബ്ലാഗി വൽ ഇസ്മാ, അതുകൊണ്ടല്ലാതെ ലഭ്യമല്ല. വദാലിക ലാ യഹ്സുലു ഇല്ലാ ബിറഫഇ സൗത്ത്, അത് ഹാസിലാകണമെങ്കിൽ റഫഉ സൗത്ത് വേണം. ഫലൗ ഖതബ സിർറൻ, വല്ലോനും ഈ ഫലൗ ഖതബ സിർറൻ റഫഉ സൗത്ത് വേണോന്ന് പറയുമ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ സിർറായിട്ട് വല്ലോനും ഓതിയാൽ ബിഹൈതു ലം യുസ്മി ഗൈറഹു, മറ്റൊരാളെയും കേൾപ്പിക്കാത്ത രൂപത്തിൽ ലം യുഹ്സബ് കൽ അദാൻ, ബാങ്ക് പറ്റാത്തതുപോലെ തന്നെ ഖുതുബയും പറ്റൂല. ഇവിടെ ഫലൗ ഖതബ സിർറൻ എന്ന് പറഞ്ഞ് എന്തിന്റെ ദഫരിയാണ്? റഫഉ സൗത്ത് വേണമെന്ന് പറഞ്ഞല്ലോ. റഫഉ സൗത്ത് കൊണ്ട് മുറാദ് വാസിത്ത പറ്റൂല എന്നല്ല, സിർറായിട്ട് ഓതിയാൽ പറ്റില്ലെന്നാണ്. അവിടെയും ലമീറൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാലും ഇല്ലെങ്കിലും മുറാദ് ഒന്നു തന്നെ. കാലൽ ഗസാലി പറയാണ് വയജിബു റഫഉ സൗത്തി, റഫഉ സൗത്ത് നിർബന്ധമാണ്. ശറഹുൽ കബീറിൽ കാണാം ഗസാലിയുടെ ഖൗൽ ഉദ്ധരിച്ചത്. ഇനി പറയട്ടെ, ജുവൈനി, ഇമാം ജുവൈനി തങ്ങൾ പറയുന്നു റഹിമഹുമുല്ലാഹ്, അവർക്കൊക്കെ അല്ലാഹു തആല അവിടെ ദർജന ഉയർത്തി കൊടുക്കട്ടെ. വമിൻ അഖസ്സി ശറാഇതിഹാ റഫഉ സൗത്ത്, ഖുതുബയുടെ പ്രത്യേകമായ ശർത്തിൽ പെട്ടതാണ് റഫഉ സൗത്ത്, ശബ്ദമുയർത്തുക എന്നത്. അതേ ഇമാം ജുവൈനി തങ്ങൾ തന്നെ നിഹായത്തിൽ മത്ലബിൽ വീണ്ടും പറയാണ് വഅമ്മൽ ഖാതിബു ഫയജിബു അലൈഹി റഫഉ സൗത്ത്, ഖാതിബ് സൗത്തിനെ ഉയർത്തണം ഖത്അൻ അവിതർക്കിതമായി. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തിനാണ് അവരൊക്കെ റഫഉ സൗത്ത് വേണം, റഫഉ സൗത്ത് വേണം, ഖത്അൻ അവിതർക്കിതമായി തന്നെ റഫഉ സൗത്ത് വേണം എന്നൊക്കെ പറയുന്നതിന്റെ മുറാദ് എന്താണ്? ഇനിയും വായിക്കട്ടെ. റഫഉ സൗത്ത് ബിഹൈതു യസ്മഉ 40, 40 ആള് കേൾക്കുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തണം. ഇബ്നു നഖീബ് തങ്ങൾ ഉണ്ടയിൽ പറയാണ്. ഇനിയും പറയാം അശ്ശരീതത്തു അസ്സാദിസു റഫഉ സൗത്ത്, ആറാമത്തെ ശർത്ത് സൗത്തിനെ ഉയർത്തലാണ്. ഫലൗ ഖതബ സിർറൻ, വല്ലോനും രഹസ്യമായി ഓതിയാൽ ആ റഫഉ സൗത്തിന്റെ തഫ്രീയാണ്. അത് അസിലാണ്, ഇത് ഫർആണ്. ഇത് അതിലുള്ള തൗലീദാണ്. അപ്പറഞ്ഞതിൽ നിന്ന് കിട്ടുന്ന മസ്അല സിർറായി ഓതിയാൽ പറ്റില്ലെന്നാണ്, വാസിത്തയോടുകൂടെ പറ്റില്ലെന്നാണ് അതിന്റെ മുറാദെന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഇത് ജായിസാണെന്ന് പറയുന്നവരോട്, ജായിസല്ല എന്ന് പറയുന്നവരോട്, ജായിസാണ് എന്ന് പറയുന്നവർക്ക് പറയാനുള്ളതാണ്. അപ്പൊ ജായിസല്ല എന്ന് പറയുന്നവർ എന്താ മറുപടി പറയുക? അവര് പറയും അതിന്റെ മഫ്ഹൂമെന്ന് ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലാകുന്നുണ്ട്. അവർക്ക് അങ്ങനെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ പ്രവർത്തിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? മുത്തബഹിരീങ്ങളായ വലിയ ആലിമീങ്ങൾ എന്താണോ പറയുന്നത്, അത് ഏതാണോ നമുക്ക് ബോധ്യപ്പെടുന്നത്, അതനുസരിച്ച് അവരെ നമുക്ക് അനുകരിക്കാവുന്നതാണ്. മൗലാനയുടെ ഉച്ചഭാഷണിയും ഖുത്ബയും എന്ന പുസ്തകത്തിൽ നേരത്തെ അത് വായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ഈ റഫഉ സൗത്ത് കൊണ്ട് മുറാദ്?
എന്തിനാണ് അവരൊക്കെ റഫഅ സൗത്ത് എന്നിങ്ങനെ പറഞ്ഞത്? അതുകൊണ്ടുള്ള മുറാദ് എന്താണ്? ഇമാം നവവി റഹിമഹുല്ലാഹ് ശർഹുൽ മുഹദ്ദബിൽ പറയുന്നത് കാണാം. വഹക്കാ സ്വാഹിബുൽ ബയാനി വറാഫി, സ്വാഹിബുൽ ബയാനി യഹ്യൽ ഇംറാനി, അതുപോലെ ഇമാം റാഫിയും രണ്ടുപേരും ഒരു വജ്ഹിനെ ഹിക്കായത്ത് ചെയ്യുന്നുണ്ട്. എന്താണ് ആ വജ്ഹ് എന്നല്ലേ? അന്നഹു ലൗ ഖതബ സിർറൻ വലം യസ്മഉ അഹദുൻ സഹഹത്ത്. ഒരാൾ സിർറായി ഖുത്ബ ഓതി അയാളെ ആരും കേട്ടിട്ടില്ലെങ്കിൽ അത് സ്വഹീഹാണ്. അതിനെപ്പറ്റി ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ് വഹുവ ഗലത്തുൻ, അത് പിഴവാണ്. ഉറക്കെ ഓതിയിട്ട് കേട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി നേരത്തെ ചർച്ച കഴിഞ്ഞതാണ്. പതുക്കെ ഓതിയിട്ട് ആരും കേട്ടില്ലെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞ വജ്ഹുണ്ടല്ലോ, അത് ഗലത്താണ്, പിഴവാണ്. ഇതിനോടുള്ള ഗണ്ണനമാണ് എല്ലാവരും റഫഅ സൗത്ത് വേണം, സിർറ് പറ്റൂല, റഫഅ സൗത്ത് വേണം, സിർറ് പറ്റൂല, സിർറ് പറ്റൂല, റഫഅ സൗത്ത് വേണം, ഖത്അൻ അബിതർക്കിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്താൻ വേണ്ടി പറഞ്ഞതിന്റെ രഹസ്യം ഒന്നിതാണ്. രണ്ടാമത്തെ കാരണം എന്താണ്? ഇസ്മാഅ് അത് ഉറപ്പാക്കണമെങ്കിൽ മുഖാത്തബ് കേട്ടുവെന്ന് ഉറപ്പുവരണം. അസ്മഅതുഹും വലം യസ്മഉ, ഞാൻ അവരെ കേൾപ്പിച്ചു അവരെ കേട്ടില്ല എന്ന് പറയുന്നത് നൗഉ മിനത് തജവുസ്. ഹലബി ഇമാം ഹലബി തങ്ങളിൽ നിന്ന് സുലൈമാനുൽ ജമല് തങ്ങൾ റഹിമഹുല്ലാഹ് ഇത് ജമലിൽ ഉദ്ധരിച്ചത് കാണാം. ഞാൻ അവരെ കേൾപ്പിച്ചു അവർ കേട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഹഖീഖത്തുള്ള കേൾപ്പിക്കലല്ല, അത് നൗഉ മിനത് തജവുസാണ്. എന്നാൽ ഹഖീഖത്തിൽ അവർ കേട്ടു എന്ന് ഉറപ്പുവരുത്താതെ എങ്ങനെയാണ് കേൾപ്പിച്ചു എന്ന് ഖതീബ് സമാധാനിക്കുക? കേട്ടവർ നിൽക്കുക എന്ന് പറയണോ? അല്ലെങ്കിൽ കേട്ടവർ കൈവക്കുക എന്ന് പറയണോ? അല്ലെങ്കിൽ അടുത്ത് ചെന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണോ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മറിച്ച് അദ്ദേഹം കേൾപ്പിക്കുക എന്നതുകൊണ്ട് മുറാദ് അയാളുടെ സൗത്തിനെ ഉയർത്തിയാൽ മതി. ഇവിടെ വാസിത്ത ഇല്ലാതെ എന്ന് പറയാനല്ല സൗത്തഹു എന്നുള്ള ലമീർ കൊണ്ടുവന്നത്. ആ ലമീർ ഇല്ലാതെ തന്നെ പല അയിമ്മത്തുകളും സൗത്ത് റഫഅ സൗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മുറാദ്? ഇസ്മാഅ് എന്നത് അത് ഓരോരുത്തരും കേട്ടുവെന്ന് ഉറപ്പുവരുത്തൽ ഖതീബിന്റെ ബാധ്യതയല്ല. അവരുടെ ശബ്ദമുയർത്തിയാൽ മതി. ആ ഇസ്മാഇന്റെ തസ്വീറാണ് ബാ. അതുകൊണ്ടാണ് ഖതീബ് ശബ്ദമുയർത്തിയാൽ മതി, അത്രയേ ഇസ്മാഅ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ ചിലർക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ബിലാ വാസിത്ത കൂടാതെ എന്നാണ്. അവരങ്ങനെ പ്രവർത്തിക്കണം. നമ്മൾ എന്തിനാ തർക്കിക്കാൻ പോകുന്നത്? യജമാനനായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരാളുടെ ബോധ്യം അത് ആരാണത് സാധാരണക്കാരല്ല, വലിയ വലിയ മഹത്തുക്കളാണ്. മഹാനായ മൗലാന നജീബ് മൗലവിയുടെ പുസ്തകത്തിൽ തന്നെ നമുക്ക് വായിക്കാമല്ലോ. ആരുടെ അഭിപ്രായമാണ് ജായിസാണ് എന്നത്? ആരുടെ അഭിപ്രായമാണ്? 8/4/1967 ചേർന്ന സമസ്ത മുശാവറയുടെ തീരുമാനമായിരുന്നു അത്. ബാങ്ക്, ഖുതുബ തുടങ്ങിയ ഇബാദത്തുകളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നായിരുന്നു പ്രസ്തുത തീരുമാനം. ഉച്ചഭാഷണിയും ഖുതുബയും പേജ് 32. എന്നാൽ അതിന്റെ 36-ാമത്തെ പേജിൽ കാണാം മുശാവറയുടെ തീരുമാനമെന്ന് സാങ്കേതികമായി പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ബഹു കണ്ണിയത്ത് അവറുകളുടെയും ബഹു ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെയും അഭിപ്രായമാണെന്ന് പറയുന്നതാണ് ശരി. ഉച്ചഭാഷണിയും ഖുതുബയും നജീബ് മൗലവി പേജ് 36. എന്നാൽ ജായിസല്ല എന്നുള്ള അഭിപ്രായത്തിന്റെ മുന്നിലുള്ളതാരാണ്? താജുൽ മുഹഖിഖീൻ ഉസ്താദുൽ അസാതീദ് സദഖത്തുല്ലാഹ് നവ്വറല്ലാഹു മർഖദഹും വറഫഅല്ലാഹു ദറജാതിഹിം ഫിൽ ജന്ന. അവരൊക്കെയും മുതബഹിരീങ്ങളായ വലിയ ഉലമാണ്, തർക്കമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തിൽ തർക്കിക്കാൻ പോകേണ്ടതില്ല. എന്താണോ ബോധ്യപ്പെടുന്നത് അവരെ നമുക്ക് അനുകരിക്കുന്നത് കൊണ്ട് കുറ്റമില്ലെന്ന് മൗലാന തന്നെ അവിടുത്തെ ഉച്ചഭാഷണിയും ഖുത്ബയും എന്ന പുസ്തകത്തിൽ എഴുതിയത് നമ്മൾ നേരത്തെ വായിച്ചതാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ജായിസല്ല എന്ന് പറയുന്നവർക്കുള്ള തെളിവും
ജായിസാണ് എന്ന് പറയുന്നവർക്ക് അതിനുള്ള ഗണ്ണനങ്ങളുമാണ്. എന്നാൽ വേറെ വല്ല തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന ചോദ്യമാണ്. അപ്പൊ അവരുടെ മറുപടി ഹലാലാണെന്ന വാദം ആർക്കാണ് ഉള്ളത്? അവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. കാരണം മളറത്തിന്റെ അസ്ല് തഹരീമാണ്. ഇത് ഞാനൊന്ന് വിശദീകരിക്കാം. ഖാഇദത്തുൻ അൽ അസ്ലു ഫിൽ അശിയാഇ അൽ ഇബാഹ. അശിയായിലുള്ള അസ്ൽ എന്താണ്? ഇബാഹ. അൽ ഇബാഹ ഇബാഹത്താണ്, അനുവദനീയമാക്കപ്പെടലാണ്. ഹത്താ യദുല്ല ദലീലു അല തഹരീമി, തഹരീമിന്റെ മേൽ ദലീല് അറിയിക്കുന്നത് വരെ അത് ഇബാഹത്തിന്റെ മേൽ നിലനിൽക്കലാണ് അസ്ല്. അങ്ങനെ പറയുന്നു ആര്? അൽ അശ്ബാഹു വന്നളാഇർ. ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു. ആ അഭിപ്രായം രേഖപ്പെടുത്തിയ പല ഇമാമുകളും ശാഫിഈ മദ്ഹബിലുണ്ട്. എന്നാൽ ഇമാം മഹല്ലി തങ്ങൾ എന്താ പറയുന്നത്? വസ്സഹീഹു വത്തഫ്സീലു. സ്വഹീഹ് ഒന്നുകൂടി വിശദീകരിച്ച് പറയലാണ്. അസ്ലു ശൈഇ ഇബാഹത്താണെന്ന് പറയുമ്പോ ആ ശൈഇന്റെ കൂട്ടത്തിൽ മളറത്തായ സംഗതികളുണ്ട്. ആ മളറത്തിന്റെ അസ്ലു ഇബാഹത്തല്ല. അപ്പോൾ അതൊന്ന് വിശദീകരിച്ച് പറയണം. വസ്സഹീഹു തഫ്സീലു വഹുവ അന്നൽ മളറ അല തഹരീമി. മളറത്തുള്ളയിടത്ത് അസ്ലു തഹരീമാണ്. വൽ മനാഫിഅ അലൽ ഹില്ലി. മൻഫഅത്തുള്ളയിടത്ത് ഹലാലുമാണ്. ഇതാണ് അസ്ല്. എന്നാൽ പറയട്ടെ, എങ്ങനെയാണ് മൻഫഅത്താണോ മളറത്താണോ എന്ന് തിരിച്ചറിയുന്നത്? മളറത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഖാല ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസ്തസ്ഫയിൽ പറയുന്നത് കാണാം. ഇന്ന ജൽബൽ മൻഫഅതി വദഫഅൽ മളറതി മഖാസിദുൽ ഹഖ്. മൻഫഅത്തിനെ ലഭ്യമാക്കി തരികയും മളറത്തിനെ തട്ടുകയും തടുക്കുകയും ദൂരീകരിക്കുകയും ചെയ്യുക എന്നതാണ് നിയമങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. ലാകിന്നനാ നഅനി ബിൽ മസ്ലഹ. മസ്ലഹത്ത് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അൽ മുഹാഫളത്തു വലാ മഖ്ദൂദ് മഖ്സൂദ് ശറഅ. ശറഇന്റെ മഖ്സൂദ് മുഹാഫള ചെയ്യലാണ്. ശറഇന്റെ മഖ്സൂദിനെ മുഹാഫളത്ത് ചെയ്യലാണ്. വ മഖ്സൂദു ശറഇ. ശറഇന്റെ മഖ്സൂദ് മിനൽ ഖൽഖി സൃഷ്ടികളിൽ നിന്ന് ഖംസത്തുൻ അഞ്ചെണ്ണമാണ്. വഹുവ അൻ യഹ്ഫള അലൈഹിം ദീനഹും വഅൻഫുസഹും വഅഖൂലഹും വനസ്ലഹും വമാലഹും. അവരുടെ ദീനിനെ സംരക്ഷിക്കുക, അവരുടെ അൻഫുസിനെ സംരക്ഷിക്കുക, അവരുടെ അഖലിനെ സംരക്ഷിക്കുക, അവരുടെ നസ്ലിനെ സംരക്ഷിക്കുക, അവരുടെ മാലിനെ സംരക്ഷിക്കുക. ഇങ്ങനെ ദീനും ശരീരവും ബുദ്ധിയും സന്താനവും മുതലും ഇതിന്റെയൊക്കെ സംരക്ഷണമാണ് മഖ്സൂദു ശറഅ. വ്യഭിചാരം പാടില്ലെന്ന് പറഞ്ഞത് നസ്ലിന്റെ സംരക്ഷണത്തിനാണ്. കളവ് പാടില്ലെന്ന് പറഞ്ഞത് മാലിന്റെ സംരക്ഷണത്തിനാണ്. കൊല പാടില്ലെന്ന് പറഞ്ഞത് നഫ്സിന്റെ സംരക്ഷണത്തിനാണ്. ഇങ്ങനെ മഖ്സൂദ് ശറഅ അഞ്ചെണ്ണമാണ്. വകുല്ലു മാ യതളമ്മനു ഹിഫ്ള ഹാദിഹിൽ ഉസൂലിൽ ഖംസതി. ഈ അഞ്ച് കാര്യങ്ങളെ പരിഗണിക്കുന്ന ഏതൊക്കെയുണ്ടോ ഫഹുവ മസ്ലഹത്തുൻ, അത് മസ്ലഹത്താണ്. വകുല്ലു മാ യുഫവ്വിതു ഹാദിഹിൽ ഉസൂലൽ ഖംസ. ഈ അഞ്ച് കാര്യത്തിനെ ഫൗത്താക്കുന്ന വല്ല സംഗതികളുമുണ്ടോ ഫഹുവ മഫ്സദത്തുൻ, അത് മദറത്താണ്. വദഫഉഹാ മസ്ലഹത്തുൻ, അതിനെ ദഫഅ ചെയ്യൽ മസ്ലഹത്താണ്. ഇതിൽ നിന്ന് എന്താണ് ഇപ്പൊ മനസ്സിലായത്? അഖലിനിക്ക് മദറത്താണ്, നഫ്സിനിക്ക് മദറത്താണ്, മുതലിനിക്ക് മദറത്താണ്, നസ്ലിനിക്ക് മദറത്താണ്, ദീനിനിക്ക് മദറത്താണ് എന്ന് എങ്ങനെയാണ് ഒരു സംഗതിയെ പറ്റി മനസ്സിലാക്കുക? ദീനിന് മദറത്താണോ അല്ലേ എന്ന് വീട്ടിൽ പോയി ഭാര്യയോട് ചോദിച്ചാൽ മതിയോ? അതല്ലെങ്കിൽ അങ്ങാടിയിൽ ചെന്ന് ഏതെങ്കിലും കച്ചവടക്കാരനോട് ചോദിച്ചാൽ മതിയോ? പോരാ. ദീനിനിക്ക് മദറത്താണെന്ന് പറയണമെങ്കിൽ നഖല് വേണം,
ശാഫിഈ മദ്ഹബുകാരനാണ് ഇത് ദീനിന് മളറത്താണെന്ന് പറയുന്നതെങ്കിൽ ശാഫിഈ മദ്ഹബിലുള്ള ഇമാമുകളുടെ നഖല് കാണിക്കണം. ദീനിനിക്ക് മളറത്താണോ എന്നത് തന്റെ ബുദ്ധി കൊണ്ട് പറയാൻ പറ്റില്ല, തന്റെ പവർ കൊണ്ട് പറയാൻ പറ്റില്ല, തന്റെ സ്വാധീനം കൊണ്ട് പറയാൻ പറ്റില്ല. അൽ മദ്ഹബ് നഖലുൻ, മദ്ഹബ് നഖലാണ്. ലാ യസൗനാ ഖിലാഫഹു, അതിനെതിര് പറയാൻ നമുക്ക് പറ്റില്ല. മദ്ഹബുകാരാണെന്ന് മദ്ഹബിന്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞുകൊണ്ട് പറ്റില്ല. ഓരോരുത്തർക്ക് അവർക്ക് തോന്നുന്നത് വിളിച്ചു പറയാം. പക്ഷേ അള്ളാഹുവിന്റെ ദീനാണെന്ന് പറഞ്ഞ് പറയണമെങ്കിൽ അതിന് നഖല് വേണം. അപ്പോ ഒരു സംഗതി അത് ദീനിന് മളറത്താണെന്ന് പറയണമെങ്കിൽ തെളിവുദ്ധരിക്കണം. ഇന്ന ഇമാമ് പറഞ്ഞ കാരണത്താൽ പറയട്ടെ, ഇന്ന നഖല് കാരണത്താൽ പറയട്ടെ, ഇന്ന നസ്സ് കാരണത്താൽ പറയട്ടെ, ഇതാ ഇന്ന സംഗതി ദീനിനിക്ക് മളറത്താണ് എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ദീനിനിക്ക് മളറത്താണെന്ന് സ്ഥിരപ്പെടുത്താൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, സമ്മതിക്കുകയുമില്ല. അപ്പൊ മളറത്താണെന്ന് ആരാണോ പറഞ്ഞത് അവര് തന്നെ തെളിവ് കൊണ്ടുവരേണ്ടതാണ്. ഇരിക്കട്ടെ, ഇത് പറയുമ്പോൾ പിന്നെ അവർക്കുള്ള മറുപടി എന്താണ്? സ്പീക്കർ ഖുതുബ ഇത്തിബാഇനെതിരാണ്. ഇത്തിബാഇനെതിരാണെങ്കിൽ അത് ഇബ്തിദാണ്, അത് ബിദ്അത്താണ്. അപ്പൊ ജായിസാണെന്ന് പറയുന്നവർക്ക് എന്താണ് അതിന് മറുപടി പറയാനുള്ളത്? ചില ആധികാരികമായ രേഖകളാണ് അവർക്ക് ഒന്നാമത് മുന്നിൽ വെക്കാനുള്ളത്. ശാഫിഈ മദ്ഹബുകാരായ സ്പീക്കർ ഖുതുബാഇനോട് ഫാസിഖീങ്ങളോടെന്ന പോലെ വർത്തിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മൗലാന നജീബ് മൗലവി അവിടത്തെ ഉച്ചഭാഷിണിയും ഖുതുബയും എന്ന പുസ്തകത്തിന്റെ 93-94 പറഞ്ഞ മറുപടി നമ്മൾ നേരത്തെ വായിച്ചതാണ്. ആ മറുപടിയുടെ അവസാനത്തിൽ കാണാം, അനുവദനീയമാണെന്ന് പറയുന്ന എന്ത് സ്പീക്കർ ഖുതുബ അനുവദനീയമാണെന്ന് പറയുന്ന വീക്ഷണക്കാരെ ശരിയായി അനുകരിക്കുന്നവരാണെങ്കിൽ അവരെ ഫാസിക്കുകളാണെന്ന് വിധി കൽപ്പിക്കാവതല്ല. ഇതുകൊണ്ടാണ് നിസ്കാരത്തിൽ തുടരുന്നതടക്കമുള്ള വിഷയങ്ങളിൽ സ്പീക്കർ ഖുതുബ നിർവഹിക്കുന്ന ഖതീബുകളോട് ഫാസിഖീങ്ങളോടെന്ന പോലെ നാം പെരുമാറാത്തത്. ഉച്ചഭാഷണിയും ഖുതുബയും നജീബ് മൗലവി പേജ് 93-94. ഇവിടെ ജായിസാണെന്ന് പറയുന്നവർ ഇത്തിബായിനെതിരല്ല എന്ന് പറയുന്നവർക്ക് പറയാനുള്ളത് ജുമുഅ രാത്രി നടത്താം എന്ന അഭിപ്രായത്തോടാണ് ഈ പ്രതികരണമെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ മറുപടി? ബിദ്അത്ത് തരക്കേടില്ലെന്ന് പറയുന്ന വീക്ഷണക്കാരെ ശരിയായ രീതിയിൽ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഇതുപോലെ കള്ളുകുടി ഹലാലാണെന്ന് വല്ലവർക്കും വീക്ഷണമുണ്ടെങ്കിൽ അവരെ ശരിയായ നിലയ്ക്ക് പിൻപറ്റി കള്ളുകുടിക്കുന്നത് ഹലാലാണെന്ന് പറയാനൊക്കുമോ? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മൗലാനക്ക് ഇത്തിബാഇന് എതിരാണെന്ന് അഭിപ്രായമില്ല. ഇനി അഥവാ അവർക്കങ്ങനെ അഭിപ്രായമുണ്ടെങ്കിലും ഇത്തിബാഇനെതിരല്ല എന്ന് പറയുന്ന ആലിമീങ്ങളുടെ വീക്ഷണത്തെ അവർ നിശേഷം തള്ളിക്കളയുന്നില്ല. തള്ളിക്കളയുന്നുണ്ടെങ്കിൽ ആ വീക്ഷണക്കാരെ പിൻപറ്റി പ്രവർത്തിക്കുന്നവർ തെറ്റുകാരല്ല, കുറ്റക്കാരല്ല, ഫാസിഖീങ്ങളല്ല എന്ന് അവിടെ നിന്ന് പറയുകയില്ല. രണ്ടാമത് പറയാനുള്ളത്, അന്നത്തെ സമസ്ത പ്രസിഡന്റ് താജുൽ ഉലമയെ പറ്റി മൗലാന എഴുതുന്നു, ബാങ്കും മറ്റും ഉച്ചഭാഷണിയിൽ കൂടി ഓതുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്ന് കഴിഞ്ഞ 8/4/67 സമസ്ത കേരള ജംഇഅത്തുൽ ഉലമ മുശാവറ യോഗമെടുത്ത തീരുമാനത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ദീർഘമായ വാഗ്വാദത്തിനും തർക്കത്തിനും ശേഷം മേൽ എഴുതിയതിൽ ഇത്രയും ഭാഗം കൂട്ടിച്ചേർത്ത് ഒപ്പുവയ്ക്കാൻ പ്രസിഡന്റ് സമ്മതിച്ചു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ തീരുമാനത്തിന് ബാധകമല്ല. ഇതാണ് കൂട്ടിച്ചേർത്തത്. പ്രസ്താവനയിൽ ഒപ്പുവച്ചില്ലെങ്കിൽ മുശാവറയിൽ നിന്ന് പുറത്താക്കിയെന്ന് അഡ്വൻസായി തീരുമാനിച്ചവരുടെ പുറത്താക്കൽ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂത്രമായിരുന്നു വിയോജിപ്പ് രേഖപ്പെടുത്തിയുള്ള ഈ ഒപ്പിടൽ. ഉച്ചഭാഷണിയും ഖുതുബയും നജീബ് മൗലവി പേജ് 36. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുമെന്ന ഭീഷണി ഭയന്ന് കടുത്ത ബിദ്അത്തും ദലാലത്തുമായ ഒരു തെമ്മാടിത്തരത്തിന് മഹാനായ സദഖത്തുല്ലാഹി താജുൽ മുഹഖിഖീൻ
നവ്വറല്ലാഹു മർഖദഹു വറഫഅല്ലാഹു ദറജാതിഹി ഫിൽ ജന്ന, അവിടുന്ന് പൂർണ്ണമായി യോജിച്ച് ഒപ്പുവെക്കുമായിരുന്നു. ഒരിക്കലും അവിടത്തെ പറ്റി അങ്ങനെ പറയാൻ ധൈര്യമില്ല, ആർക്കും ധൈര്യമുണ്ടാവരുത്. കടുത്ത ബിദ്അത്തും ദലാലത്തുമായ ഒരു സംഗതിക്ക് എന്ത് കാരണം പറഞ്ഞാണെങ്കിലും പൂർണ്ണമായി ഞാൻ യോജിച്ച് ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പുവയ്ക്കൂല. ഇന്നു മുതൽ ജുമാ ശനിയാഴ്ചയാണ് നടത്തപ്പെടേണ്ടത്, അല്ലെങ്കിൽ രാത്രിയാണ് ജുമാ നടത്തേണ്ടത്, അല്ലെ റമദാനിലെ നോമ്പ് ഇനി മുതൽ രാത്രിയാണ് പിടിക്കേണ്ടത് എന്നൊക്കെയായിരുന്നു സമസ്തയുടെ ആ തീരുമാനമെങ്കിൽ അവിടുത്തെ പ്രതികരണം ഇങ്ങനെയായിരിക്കുമോ? ഇത്രയും പറഞ്ഞതിൽ നിന്ന് പ്രസ്തുത ഖുതുബ ബിദ്അത്ത് മുൻകറത്താണെന്ന് മഹാനായ താജുൽ ഉലമാ സദഖത്തുല്ലാഹി നവ്വറല്ലാഹു മർഖദഹു ഇന്ന് പോലും അഭിപ്രായമില്ലായിരുന്നു എന്ന് വ്യക്തമാണ്. അല്ല, ബിദ്അത്ത് മുൻകറത്തായ കടുത്ത ദലാലത്തായ ഈ വിഷയത്തിന് ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രക്തം പിടിച്ചു നിൽക്കാൻ വേണ്ടി പൂർണ്ണമായി യോജിക്കുന്നു എന്നും പറഞ്ഞ് ഒപ്പുവയ്ക്കാൻ അവിടെ നിന്ന് സമ്മതിച്ചുവെന്ന് ഒരാൾക്കും സമ്മതിക്കാൻ പറ്റില്ല. അടുത്ത ചോദ്യം, സ്പീക്കർ ഖുത്ബ ബാത്തിലാണെന്ന് ശൈഖുൽ മശായിഖ് ആദം ഹസ്രത്തിന്റെയും ഉസ്താദുൽ അസാതീദ് ബഹു ഖുതുബിത്തങ്ങൾ അവറുകളുടെയും ഫത്വ നിലനിൽക്കെ അതിനെതിരായി സമസ്ത തീരുമാനമെടുത്തത് ശരിയാണോ? അതിന് മറുപടി, കണ്ണിയത്ത് അവറുകൾ മഹാനായ ഖുതുബിത്തങ്ങളുടെ അരുമശിഷ്യനാണ്. കണ്ണിയത്ത് അവറുകൾ വളരെ പ്രഗത്ഭനായതിന്റെ പേരിൽ തന്നെ വർഷങ്ങളോളം തന്റെ രണ്ടാം മുദ്രിസായി അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അങ്ങനെ ഒരു ഫത്വയുണ്ടെങ്കിൽ, ആ ഉസ്താദിന്റെ അങ്ങനെ ഒരു ഫത്വയുണ്ടെങ്കിൽ അകാരണമായി ഇങ്ങനെ ഒരു തീരുമാനം അവിടെ നിന്ന് കൈക്കൊള്ളുമായിരുന്നില്ലെന്നുറപ്പാണ്. എങ്കിലാ ഫത്വയെ നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഉച്ചഭാഷണിയും ഖുതുബയും നജീബ് മൗലവി പേജ് 94-95 നമുക്കിങ്ങനെ വായിക്കാവുന്നതാണ്. സംശയം, ഷെയ്ഖ് ആദം ഹസ്രത്ത് ഹനഫി മദ്ഹബുകാരനാണല്ലോ. ഹനഫി മദ്ഹബിലും സ്പീക്കർ ഖുതുബ അസാധുവാകുമോ? ഇല്ലെങ്കിൽ ഏതു നിലക്കാണ് അദ്ദേഹം ഉച്ചഭാഷണി ഖുതുബയിൽ ഉപയോഗിക്കുന്നതിനെ എതിർത്തത്? ഉത്തരം, ഹനഫി മദ്ഹബിൽ ഖുതുബക്ക് ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതായാൽ അസാധുവാകുന്നതിനുള്ള ന്യായം കാണുന്നില്ല. അവരുടെ മദ്ഹബ് പ്രകാരമുള്ള ഇസാഅത്ത് സിയാഹ് പോലെയുള്ള അനാചാരങ്ങളിൽ പെടുത്തിയാണ് ഉച്ചഭാഷണി ഉപയോഗത്തിനെതിരെ ഫത്വ നൽകിയത്. ഇത് ഉച്ചഭാഷണിയും ഖുതുബയും നജീബ് മൗലവി പേജ് 95 കാണാം. അപ്പോൾ ഈ ഫത്വായിൽ ഖുതുബ ബാത്തിലാകുന്ന കാര്യം പരാമർശിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടല്ലോ. മാത്രമല്ല, ബിദ്അത്ത് മുൻകറത്താണ് എന്ന പരാമർശവും ഇതിലില്ലല്ലോ. അതുണ്ടെങ്കിൽ ഇസാഅത്തിന്റെയും സിയാഹിന്റെയും ന്യായം പറയേണ്ടതില്ലല്ലോ. മറ്റൊന്ന്, ഹനഫി മദ്ഹബിലുള്ള ദുർറുൽ മുഖ്താറും അതുപോലെ റദ്ദുൽ മുഖ്താറും ഒക്കെ എടുത്തിട്ട് ഇസാഅത്ത് സിയാഹ് പോലെയുള്ള നിയമങ്ങൾ ഫത്വ കൊടുക്കേണ്ടത് ആർക്കാണ്? ഹനഫി മദ്ഹബ് അംഗീകരിക്കുന്നവരോടാണ്. ഇത് ഈ ഫത്വ ശാഫിഈ മദ്ഹബ് അംഗീകരിക്കുന്നവർക്ക് ഈ ഫത്വ ബാധകമല്ല. ഇത് ശാഫിയാക്കളുടെ നിയമമല്ല, ഇത് ഹനഫിയാക്കളുടെ നിയമമനുസരിച്ചാണ് ഈ പറഞ്ഞത്. അതിൽ തന്നെയും ഖുതുബ ബാത്തിലാണ്, ഖുതുബ പറ്റില്ല എന്നതിൽ പറഞ്ഞിട്ടുമില്ല. രണ്ടാമത്തത് ഖുതുബിത്തങ്ങളുടെ മഹാനവറുകളുടെ ഫത്വയാണ്. ആദ്യമായി നമുക്ക് ഈ ഫത്വക്ക് കാരണമായ ചോദ്യം എന്തായിരുന്നുവെന്ന് പരിശോധിക്കാം. മൗലാന ശൈഖുന നജീബ് മൗലവി അതേക്കുറിച്ച് എഴുതുന്നത് കാണുക. ബഹുമാനപ്പെട്ട ഉസ്താദ് ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഖുത്ബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് വിദ്യാർത്ഥികൾ ദാറുൽ ഉലൂം എഴുതി ചോദിക്കുന്ന സുആൽ, എല്ലാ പുതിയ നിർമ്മിതികളും ദുർമാർഗങ്ങളാണ്, ദുർമാർഗമാണ്, ദുർമാർഗമെല്ലാം നരകത്തിലാണ് എന്ന ഹദീസിൽ നബിവചനത്തിൽ വന്ന പുതിയ നിർമ്മിതികളിൽപ്പെട്ടതും ചതുരംഗമല്ലാത്ത എല്ലാ കളികളും വിരോധിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു വരാറുള്ള കളിയായുധത്തിന്റെ ഇനത്തിൽപ്പെട്ടതുമായ ഒന്നാണല്ലോ ലൗഡ് സ്പീക്കർ. ഈ യന്ത്രം വിവാദത്തുകളിലും അല്ലാത്തവയിലും ഉപയോഗിക്കൽ അനുവദനീയമാണോ അല്ലയോ? ഉച്ചഭാഷണിയും ഖുതുബയും നജീബ് മൗലവി പേജ് 80. ഇതിന് മറുപടിയിൽ മഹാനവറുകൾ കൊടുക്കുന്ന ഫത്വ,
ഇദാ ഖുൽത ലിസ്വാഹിബിക അൻസിത് വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഗൗത് എന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ അവിടുന്ന് എഴുതുകയാണ്, സ്പീക്കർ കൊണ്ട് ശബ്ദിക്കൽ ഈ ഹദീസിന് നേരെ വിരുദ്ധവും ഹദീസിനെയും റാവികളെയും നിഷേധിക്കലും ദീനുൽ ഇസ്ലാമിൽ ബലപ്പെട്ട നിയമത്തെ റദ്ദാക്കലും മറ്റുമാണെന്ന് പറയാതെ നിവൃത്തിയില്ല. ഇതിന് തെരിയകെട്ടി വെളിച്ചപ്പെട്ട മഹാദുഷ്ടന്മാർ മഹാപാപികളാണെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയാകുമോ? അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ജുമാന്റെ ഖുതുബയെയും ജുമാ നിസ്കാരവും സ്പീക്കർ കളിയിൽപ്പെടുത്തി അപമാനിക്കാതെ രക്ഷപ്പെടുവീൻ. ഇതാണ് മഹാനവറുകൾ കൊടുത്ത ഫത്വ. ഇതിന്റെ പാശ്ചാത്തലവും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മൗലാന നജീബ് ഉസ്താദ് എഴുതുന്നത് കാണുക. ആരംഭകാലത്ത് കേവലം കളി വിനോദത്തിന്റെ സദസ്സുകളിൽ മാത്രം ഇതുപയോഗിച്ചു വന്നതുകൊണ്ട് വിനോദോപകരണമെന്ന പേരിൽ സൂക്ഷ്മാലുക്കളായ പല പണ്ഡിതന്മാരും ഇതുപയോഗിക്കാതെ വിട്ടുനിന്നിരുന്നു. പിന്നീട് പൊതു ഉപയോഗത്തിനുള്ള ഉപകരണമാണെന്ന് വന്നപ്പോൾ പണ്ഡിതന്മാരെല്ലാം പൊതുവെ ഇതിന്റെ ഉപയോഗത്തെ അനുകൂലിക്കുകയാണുണ്ടായത്. ദ്വാകളിലും മറ്റും വ്യക്തിപരമായി ഇത് ഉപയോഗിക്കാൻ അപൂർവം ചിലർ കൂട്ടാക്കാറില്ലെന്ന് വിസ്മരിക്കുന്നില്ല. വലിയ വാഇദും പണ്ഡിതനും സൂഫി വര്യനും ഗ്രന്ഥകർത്താവുമായിരുന്ന മൗലാന കൈപ്പറ്റ കരിമ്പനക്കൽ മമ്മൂട്ടി മുസ്ലിയാരെ പോലെയുള്ള ചിലർ വാദുകളിൽ പോലും ഇത് ഉപയോഗിക്കാതെ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഉച്ചഭാഷണിയും ഖുതുബയും നജീബ് മൗലവി പേജ് 50. അതിൽ ഒരു പ്രയോഗവും കൂടി വായിക്കാൻ വിട്ടുപോയി. മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിന് ഇവർ എതിർത്തിരുന്നുമില്ല. അവർ വാദുകളിൽ പോലും ഉപയോഗിച്ചില്ലെങ്കിലും മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിന് ഇവർ എതിർത്തിരുന്നുമില്ല. ഉച്ചഭാഷണിയും ഖുതുബയും നജീബ് മൗലവി പേജ് 50. ഇനി പറയട്ടെ, സ്പീക്കർ കാരണം ഖുതുബ ബാത്തിലാകുമെന്ന് ഈ ഫത്വയിൽ എവിടെയാണുള്ളത്? എവിടെയും ഇല്ല. പ്രസ്തുത ഹദീസിന്റെ വെളിച്ചത്തിൽ ദുർമാർഗത്തിൽപ്പെട്ട കളിയായുധങ്ങൾ ഉപയോഗിച്ച് ജുമാന്റെയും ഖുതുബയുടെയും ബഹുമാനം അത് കളിയും തമാശയുമാക്കി ബഹുമാനം കളങ്കപ്പെടുത്തി കളിയും തമാശയുമാക്കി മാറ്റുന്നത് പാപമാണ്, തെറ്റാണ് എന്നാണ് ഫത്വയിലുള്ളത്. അത് മാത്രമല്ല, ചോദ്യത്തിൽ പറഞ്ഞ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നില്ല. സാഹചര്യങ്ങൾ പരിഗണിക്കാതെ ഫത്വകൾ അനുകരിക്കാവുന്നതല്ല. ഫിഖ്ഹിന്റെ കിതാബിനെ ഫതാവയേക്കാൾ മുന്തിക്കണമെന്ന് പറഞ്ഞിടത്ത് ഫുഖഹാ വിവരിച്ചത് കാണാം. ലിഅന്നഹു മൗളൂഉൻ ലിദിക്രി മാ ഹുവൽ അംറുൽ കുല്ലി അല്ലദീ യസ്തരികു ഫീഹി ജമീഉൻ നാസ് ദൂന മാ ഫിൽ ഫതാവാ. ഫിഖ്ഹിന്റെ കിതാബുകൾ എല്ലാവർക്കും ബാധകമാകുന്ന പൊതു നിയമങ്ങളാണ് അതിൽ പറയുക. ഫത്വയിലുള്ളതിന് വ്യത്യസ്തമാണ്. ലിഅന്നഹാ ലിതൻസീലി ദാലികൽ കുല്ലി അലൽ ജുസീ. അത് ആ കുല്ലീനെ ഒരു ജുസീന്റെ മേൽ അവതരിപ്പിക്കലാണ് ഫത്വ. വഖദ് തഖ്തലിഫുൽ അബ്വാബു വൽ അഹ്വാലു ഫിത്തൻസീലി. പ്രസ്തുത അവതരണത്തിൽ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അവസ്ഥകളും ഒക്കെ വ്യത്യസ്തപ്പെട്ടേക്കാം. വലസ്നാ മിൻഹാ അലാ സിഖത്തിൻ. ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് വ്യക്തമാകാതെ ആ ഫത്വകൾ അനുകരിക്കുന്നത് ഉചിതമല്ല. കാരണം അതിൽ യാതൊരു ഉറപ്പും നമുക്കില്ല, സാഹചര്യങ്ങളെ പറ്റി അറിയാതെ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു മുഫ്തിയോട് ഒരാള് വന്ന് റമദാൻ മാസത്തിൽ ചോദിക്കുകയാണ്, ഞാൻ നോമ്പെടുക്കേണ്ടതുണ്ടോ? അയാൾ മറുപടി പറയുന്നു, നിർബന്ധമില്ല. എന്നാൽ അതിന് കാരണം അയാൾ യാത്രക്കാരനായതുകൊണ്ടാകാം, രോഗിയായതുകൊണ്ടാകാം, ബുദ്ധിയില്ലാത്തവനായതുകൊണ്ടാകാം. അഥവാ ആ വിധി ഈ പ്രത്യേക സാഹചര്യത്തിലേക്ക് മാത്രമുള്ളതാണ്. കണ്ടവർക്കും കേട്ടവർക്കുമൊക്കെ പിന്തുടരാനോ ഇയാൾക്ക് തന്നെ മറ്റൊരു സാഹചര്യത്തിൽ അവലംബിക്കാനോ പറ്റുന്നതല്ല. പൊതുവെ ഫത്വകളുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് തന്നെ ആ സ്പീക്കർ ഖുതുബയെ സംബന്ധിച്ച് ചോദിക്കുന്ന ആ ചോദ്യത്തിൽ പറഞ്ഞ അവസ്ഥ അതേ നജീബ് മൗലവി മൗലാന വിവരിച്ചുവല്ലോ ആരംഭകാലത്ത് ഇതിന്റെ ചുറ്റുപാട് സാഹചര്യം എന്തായിരുന്നുവെന്ന്. ആ സാഹചര്യത്തിലുള്ള ഫത്വയാണ്. അതിൽ തന്നെ ഇതുകൊണ്ട് ഖുതുബ ബാത്തിലാണെന്ന് പറയുന്നില്ല. അത് ഇത്തിബായിന് എതിരാണെങ്കിൽ അത് തന്നെയായിരുന്നു സമർത്ഥിക്കുക. അങ്ങനെ ഒരു പരാമർശം തന്നെ അതിലില്ല. ഇതാണ് ജായിസാണെന്ന് പറയുന്നവർക്ക് ആ ഫത്വയെ പറ്റി പറയാനുള്ളത്.
അടുത്ത ചോദ്യം, ഖതീബ് സ്പീക്കറിൽ പതുക്കെ ഓതിയാൽ തന്നെ 39 പേർ കേൾക്കുമെന്നിരിക്കെ എന്തിനാണ് ഉറക്കെ ഓതുന്നത്? ഇമാം നവവി റഹിമഹുല്ലാ അതിന് മറുപടി പറയുന്നുണ്ട്, അസ്സാബിഅത്തു യുസ്തഹബ്ബു റഫഉ സൗതിഹി, അവന്റെ ശബ്ദമുയർത്തൽ സുന്നത്താണെന്നതാണ് ഏഴാമത്തത്. എങ്ങനെ ഉയർത്തണം? സിയാദത്തൻ അലൽ വാജിബി, 39 പേരെ കേൾക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ശബ്ദമുയർത്തണം. ഇത് ശറഹുൽ മുഹദ്ദബിൽ കാണാം, അസ്നൽ മതാലിബിൽ കാണാം. വയംദബു റഫഉ സൗതിഹി സിയാദത്തൻ അലൽ വാജിബി ലിത്തിബാഇ, വാജിബായ ഖദറിനേക്കാളും കൂടുതലായി ശബ്ദമുയർത്തുന്നത് അതും സുന്നത്താണ്, ഇത്തിബാ ആണ്. എന്നാൽ വമുറാദു മൻ ഖാല ഇന്നഹു മുസ്തഹബ്ബുൻ അൻ യുബാലിഗ ഫീഹി ഹത്താ യുസ്മിയ കുല്ലു മൻ ഫിൽ മസ്ജിദി ഇൻ അംകന വഇല്ലാ ഫഖദറ താഖതിഹി. അതായത് കിഫായത്തു തംബീഹിൽ ഇബ്നു റിഫഅത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെന്ന് പറഞ്ഞത് എന്താണ്? ഈ റഫഉ സൗത്ത് സുന്നത്താണെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് നമ്മൾ പറയുന്ന ഫറളാണ് എന്നതിനോട് വൈരുദ്ധ്യമല്ല. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് പള്ളിയിലുള്ള മുഴുവൻ ആൾക്കാരെയും കേൾപ്പിക്കുന്ന രൂപത്തിൽ, മുഴുവൻ ആൾക്കാരും കേൾക്കുന്ന രൂപത്തിൽ ആ റഫഇനെ ഒന്ന് മുബാലഗത്താക്കുക, അത് സുന്നത്താണെന്നാണ് അവർ പറഞ്ഞതിന്റെ മാന. അപ്പോൾ അവിടെ ഒരു ഉപചോദ്യമുണ്ട്. ഇന്നലിൽ വസാഇലി ഹുക്മൽ മഖാസിദ്, വസാഇലിനിക്ക് മഖാസിദിന്റെ ഹുക്കുമുണ്ട് എന്ന നിയമപ്രകാരം മൈക്ക് സുന്നത്താണെന്ന 5ാം മദ്ഹബാണോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ആ ചോദ്യത്തിന്റെ മറുപടി ആ ഇബാറത്ത് വായിച്ച തുഹഫയുടെ അതേ പേജിൽ തന്നെ കാണാവുന്നതാണ്. ഫദ്ദിയാഉ അന്നഹാ വസീലത്തുൽ നിക്കാഹി وأن للوسائل حكم المقاصد ممنوع لعدم صدق حق الوسيلة عليها إذ النكاح لا يتوقف عليها إذ كثيرا ما يقع بدونها. എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഖിത്ബത്ത് നിക്കാഹിന്റെ വസീലയാണെന്നും വസീലക്ക് മഖാസിദിന്റെ ഹുക്കുമുണ്ടെന്നും കല്യൂബി ഇമാമ് പറഞ്ഞതുപോലെ അപ്പോ ഖിത്ബത്തിനിക്ക് ഈ നിക്കാഹിന്റെ ഓരോ ഹുക്കുമുകളും വരുമെന്നും പറയുന്നത് മംനുആണ്, നമ്മൾ സമ്മതിക്കൂല. എന്തുകൊണ്ട് സമ്മതിക്കൂല? ഈ വസീലയുടെ ഹദ് ഈ ഖിത്ബത്തു നിക്കാഹിനിക്ക് സ്വാദിക്കാകുന്നില്ല. കാരണം ധാരാളം നിക്കാഹുകൾ ഖിത്ബത്തില്ലാതെ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ബിൽ ഇത്ലാഖ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് തുഹഫയിൽ കാണാം, 7210 കാണാം. ഈ പറഞ്ഞതുകൊണ്ട് എന്താ മുറാദ്? ഇവിടെ ശബ്ദമുയർത്തൽ നിർബന്ധമായ ഖദറിനേക്കാളും കൂടുതൽ ശബ്ദമുയർത്തൽ സുന്നത്താണ്. അതുകൊണ്ട് മൈക്ക് സുന്നത്താണെന്ന വാദമാണെന്ന് പറയണമെങ്കിൽ ഈ ശബ്ദമുയർത്തലിന് വസീല മൈക്കാവണം. വസീലയാവണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ മേൽ തവഖുഫാവണം. ശബ്ദമുയർത്തൽ ഈ മൈക്കിന്റെ മേൽ തവഖുഫാവണം. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. സ്പീക്കർ ഇല്ലാതെയും ശബ്ദമുയർത്താൻ പറ്റും. അടുത്ത ചോദ്യം എന്താണ്? ഖുതുബ മൊബൈലിൽ കേട്ടാൽ മതിയാകുമോ? മതിയാവില്ല. ഖാലൽ ബുൽഖൈനിയു ഇന്ന ശർത്തൽ ഖതീബി അൻ യകൂന മിമ്മൻ യസിഹുൽ ഇഖ്തിദാഉ ബിഹി. ആരാണോ ഖതീബ് ആ ഖൗമിനിക്ക് തുടരാൻ പറ്റിയ ആളായിരിക്കണം, അത് ശർത്താണ്. അത് ഇബ്നു ഖാസിം റഹിമഹുള്ള പറയാണ്, അന്ന ശർത്തൽ ഖതീബി സിഹ്ഹത്തു ഇമാമത്തിഹി ബിൽ ഖൗമി ഫിൽ ജുമുഅത്തി. ഖല്ലൂബി പറയാണ്, എന്നാൽ മൊബൈലിനിക്ക് അങ്ങനെ ഈ കൗമിനിക്ക് ഇമാമത്ത് നിൽക്കാനുള്ള പവർ ഇല്ലാത്തത് കൊണ്ട് മൊബൈലിന്റെ ഖുതുബ മതിയാകുന്നതല്ല. അപ്പോ ഒരു ചോദ്യം, ഖതീബ് ഓതി റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചാൽ മതിയോ എന്നാണ് സംശയം. 2 കാരണങ്ങളാൽ അത് ബാത്തിലാണ്, പറ്റില്ല. ഒന്നാമത്തെ കാരണം വൽ അദ്ഹറു ഇസ്തിറാത്തുൽ മുവാലാത്തി ബൈന അർക്കാനിഹിമാ വബൈനഹുമാ വബൈന സ്വലാത്തി ബിഅല്ലാ യഫ്സില തവീലൻ ഉർഫാ. അഖഫു റകഅത്തൈനിന്റെ ഖദറുണ്ടല്ലോ, അതിനേക്കാൾ കൂടിപ്പോയാൽ മുവാലാത്ത് മുറിഞ്ഞു പോകുന്നതാണ്. ഫസിൽ കൂടിയാൽ മുവാലാത്ത് മുറിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഒരു മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് അത് കേട്ടിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമിന്റെ ഖുതുബയുടെയും നിസ്കാരത്തിന്റെയും ഇടയിൽ ഫസിൽ വന്നുപോയി, തവീലായ ഫസിൽ വന്നുപോയി. അപ്പൊ തന്നെ നിസ്കാരം അവിടെ ജുമുഅ ബാത്തിലാണ്.
രണ്ടാമത്തെ കാരണം പറയട്ടെ, ഇസ്മാഉ അർബഈന കാമിലീന മിമ്മൻ തൻഅഖിദു ബിഹിൽ ജുമുഅത്തു ثم يشترط أن يكون الأربعون على صفات فينبغي أن يكونوا ذكورا بالغين عاقلين أحرارا متوطنين. ഇമാം ഖതീബ് ഓരോ ഫർദുകൾ മൊഴിയുന്ന സമയത്തും അത് 39 പേര് കേട്ടിരിക്കണം. 39 പേര് കേൾക്കാതെ മറ്റൊരു ഫർദിലേക്ക് കടന്നാൽ ഖുതുബ പോയി. ഓരോ ഫർദും 39 പേര് കേട്ടിരിക്കുക തന്നെ വേണം. അപ്പൊ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന ഖുതുബ ഓതി റെക്കോർഡ് ചെയ്യുമ്പോ ഒരു ഫർദ് 39 മൊബൈൽ കേട്ടാ പോരാ, 39 ഇപ്പറഞ്ഞ സിഫത്തുകളുള്ള ആൾക്കാർ കേൾക്കണം. അവരെ കൊണ്ട് ഖുതുബ കെട്ടുവിണയും. അങ്ങനെയുള്ള കാമിലീങ്ങളായ 39 പേര് ഖുതുബ കേൾക്കണം. അങ്ങനെ കേൾക്കുന്നില്ലെങ്കിൽ അവരുടെ ഖുതുബ അത് സ്വഹീഹല്ല, ജുമുഅയും സഹീഹല്ല. അപ്പൊ ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് ഈ മൊബൈൽ റെക്കോർഡ് ചെയ്ത ഖുതുബ അത് ഖുതുബയാവുകയില്ല. അത് കേട്ടാൽ നിസ്കാരം സ്വഹീഹാവുകയില്ല, ജുമുഅയാവുകയില്ല. മൊബൈലിൽ ഖുതുബ കേൾക്കുന്നതിന് മുമ്പ് അഥവാ മൊബൈലിൽ ഖുതുബ കേട്ട് രണ്ടാമത്തെ ഖുതുബയുടെ അവസാനത്തെ ഫർദ് കേൾക്കുമ്പോഴേക്ക് നേരത്തെ യഥാർത്ഥത്തിൽ ഇത് ഖുതുബയല്ലല്ലോ മൊബൈലിൽ നടക്കുന്നത്. കാരണം ഒരു ഖുതുബ കഴിഞ്ഞ് അത് രണ്ടാമത്തെ ഖുതുബക്ക് ഇടയിൽ ഒന്ന് ഇരിക്കണം. അപ്പൊ രണ്ടാമത്തെ ഖുതുബ ഓതേണ്ടത് ഇരുന്ന് എഴുന്നേറ്റിട്ടാണ്. അങ്ങനെ ഒന്നും മൊബൈലിൽ ഖുതുബ ഓതുന്ന സമയത്ത് നടക്കുന്നില്ല. മൊബൈൽ ഖുതുബ ഓതിയാൽ തന്നെ പറ്റൂല. ഇനി ഓതുന്നത് തന്നെ ഇങ്ങനെയാണ്. അപ്പൊ അതിന് മറുപടി എന്താണെന്നറിയോ? ഈ മൊബൈലിലേക്ക് നേരത്തെ റെക്കോർഡ് ചെയ്യുന്ന ആള് ഇതുപോലെ ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം മനസ്സിലായില്ലേ മൊബൈലിലുള്ളതല്ല ഖുതുബ, ഖുതുബ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. അത്തരം മുമ്പ് ഖുതുബ കഴിഞ്ഞാൽ ഇനി നിസ്കാരത്തിന്റെ ഇടയ്ക്ക് എത്ര വലിയ ഫസ്ല് വരും. അതുകൊണ്ട് തന്നെ മൊബൈൽ ഇമാമത്തിന് പറ്റാത്ത ആളാണ് മൊബൈലിൽ ഖുതുബ ഓതി കേൾക്കുമ്പോ അവിടെ മുബാലാത്ത് മുറിഞ്ഞു പോകുന്ന നിലക്ക് തബീലായ ഫസ്ല് വരുന്നുണ്ട്. മൊബൈലിൽ റെക്കോർഡ് ചെയ്യുമ്പോ ഓരോ ഫർളുകളും 39 പേര് കേട്ടിരിക്കണമെന്ന നിബന്ധനയുണ്ട്. 39 മൊബൈലിന് ഒളു എടുപ്പിച്ച് ഔറത്തും മറപ്പിച്ച് അവിടെ ഇരുത്തിയാലും മതിയാവുകയില്ല. ജുമുഅ മുൻഅഖിദാകാൻ പറ്റുന്ന കാമിലീങ്ങളായ 39 പേര് ഓരോ ഫർളും കേട്ടിരിക്കണം. അതുകൊണ്ട് റെക്കോർഡ് ഖുതുബ വേണ്ട. മറ്റൊരു ചോദ്യം, വയനാട്ടിൽ നിന്ന് ഓതുന്ന ഖുതുബ കാസർഗോഡ് ഹോട്ടലിൽ വെച്ച് കേട്ടാൽ മതിയോ എന്നാണ്. അതും മതിയാവുകയില്ല. അത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൽ ശർത്തായത് കൊണ്ടല്ല. ഞാൻ ഇബാറത്ത് ഷെർവാനിയുടെ ഇബാറത്ത് വായിക്കാം. വലാ ഖൗലുഹും ബി മഹല്ലി സ്വലാത്തി, അവരൊക്കെയും നിസ്കാരത്തിന്റെ മഹല്ലിൽ അവല് ഷർത്തില്ല. ഐക ദാഖിലി സൂരി മസലൻ, എക്സാമ്പിൾ പറഞ്ഞാൽ സൂറിന്റെ ഉള്ളിലാവുക, അങ്ങനെയൊന്നും ഷർത്തില്ല. ബിഖിലാഫിൽ ഖതീബി, ഖതീബിനിക്ക് വ്യത്യസ്തമായി ഫയസ്തറതു ഖൗലുഹു ഹാലൽ ഖുതുബത്തി ദാഖില സൂരി, ഖതീബ് ഖുതുബ ഓതുന്ന സമയത്ത് സൂറിന്റെ ഉള്ളിലായിരിക്കണം. അപ്പോൾ വയനാട്ടിൽ നടക്കുന്ന ജുമയാണെങ്കിൽ അത് കാസർഗോഡ് ഖുതുബ ഓതിയാൽ പറ്റില്ല. കാസർഗോഡ് നടക്കുന്ന ജുമയാണെങ്കിൽ അതിന് വയനാട്ടിൽ നിന്ന് ഖുതുബ ഓതിയാൽ പറ്റില്ല. ഹത്താ ലൗ ഖതബ ദാഖിലഹു, ഇമാം സൂറിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഖുതുബ ഓതി. വൽ ഖൗമു ഖാരിജഹു, വയനാട്ടിലുള്ള ഖുതുബ കാസർഗോഡ് ഹോട്ടലിൽ വെച്ചാണ് ഒരാൾ കേൾക്കുന്നതെങ്കിൽ, അഥവാ ഈ വയനാട്ടിൽ നിന്ന് ഖുതുബ ഓതുന്നത് കാസർഗോഡ് കേൾക്കുന്ന രൂപത്തിലാണ് ഓതുന്നത്. അതാണ് ലൗ ഖതബ ദാഖിലഹു, അയാൾ സൂറിന്റെ ഉള്ളിൽ വെച്ച് ഓതി. വൽ ഖൗമു ഖാരിജഹു, ഖൗമു ഖാരിജാണ്. യസ്മഊനഹു, ആ വയനാട്ടിലെ ഖുതുബ കാസർഗോഡ് വെച്ചവർ കേൾക്കുന്നുണ്ടെങ്കിൽ കഫാ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ കാസർഗോഡ് നിന്ന് ഖുതുബ കേട്ടിട്ട് വയനാട്ടിലെ നിസ്കാരത്തിലാണോ പങ്കെടുക്കുന്നത്, അവിടെ മുബാലാത്ത് വേണം.
മുവാലാത്തില്ലാതെ ജുമഅ പറ്റില്ല. ഖുത്ബയുടെയും നിസ്കാരത്തിന്റെയും ഇടയിൽ മുവാലാത്ത് വേണം. 39 പേര് കാസർഗോഡ് നിന്ന് ഖുത്ബ കേൾക്കുകയാണ്. ഖതീബ് സൂറിന്റെ ഉള്ളിൽ വെച്ച് വയനാട്ടിൽ വെച്ച് ഖുത്ബ ഓതുകയാണ്. ഈ ഖുത്ബയുടെയും നിസ്കാരത്തിന്റെയും ഇടക്ക് അഖഫ് റകഅത്തൈനിയേക്കാളും തവീലായ ഫസ്ല് വന്നാൽ അവർക്ക് ജുമഅ ഇല്ല. മറ്റൊന്ന്, സ്പീക്കറിനെതിരെ ഇന്ന് പല പണ്ഡിതന്മാരും ശബ്ദമുയർത്തുന്നതായി കാണുന്നുണ്ടല്ലോ. അതേ, ശബ്ദമുയർത്തുന്നുണ്ട്. സ്പീക്കർ ഖുത്ബ പറ്റില്ല എന്ന് പറയുന്ന ഉലമാക്കളുണ്ട്, അവര് ശബ്ദമുയർത്തുന്നുണ്ട്. അതോടുകൂടെ സ്പീക്കറിന്റെ ദുരുപയോഗത്തെ കുറിച്ച് അത് അപകടമാണ്, അത് പലപ്പോഴും ഹറാമാണ്, അല്ലെങ്കിൽ കറാഹത്താണ്, അത് വൃത്തികേടാണെന്ന് ഉണർത്തുന്ന എത്രയോ ഉലമാ ഉണ്ട്. വലാ യജ്ഹറു മുസല്ലിൻ, ഒരു നിസ്കരിക്കുന്നവൻ ജഹ്റാക്കരുത്. വലാ ഗൈറുഹു, അല്ലാത്തവനും ജഹ്റാക്കരുത്. വലൗ ഫീ മഹല്ലിൽ ജഹരി, അത് ജഹ്റാക്കണ്ട മഹലിൽ തന്നെയാണെങ്കിലും ശരി. ഇൻ ശവ്വച അലാ ഗൈരിഹി, മറ്റൊരാൾക്ക് കുഴപ്പമുണ്ടാക്കെങ്കിൽ ആ മറ്റൊരാളെന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? മിൻ മുസല്ലിൻ, ഒന്നുകിൽ നിസ്കരിക്കുന്നവൻ, ഔ നായിമിൻ, അല്ലെങ്കിൽ ഉറങ്ങുന്നവൻ, ഔ ഖാരിഇൻ, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നവൻ, ഔ മുതാലിഇൻ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കിതാബ് പാരായണം ചെയ്യുന്നവൻ, ഔ മുസന്നിഫിൻ, അല്ലെങ്കിൽ കിതാബ് രചിക്കുന്നവൻ, ഔ മുദർരിസിൻ, അല്ലെങ്കിൽ കിതാബ് ദർസ് നടത്തി കൊടുക്കുന്നവൻ, ഔ നഹ്വിഹി, ഇതുപോലത്തവർക്ക് തശ്വീഷ് ഉണ്ടാക്കുമെന്ന് കണ്ടാൽ ജഹ്റാക്കണ്ട സ്ഥലത്ത് തന്നെയാണെങ്കിലും വലിയ രൂപത്തിൽ ഇവർക്ക് തശ്വീഷ് ഉണ്ടാക്കുന്ന രൂപത്തിൽ ജഹ്റാക്കുന്നത് ഫയുക്റഹു, കറാഹത്താണ്. മാലം യതഹഖഖി തഅദി, ഇവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഉറപ്പാണെങ്കിലോ ഫയഹ്റുമു ഹറാമുമാ. ഇത്തരം സാഹചര്യങ്ങളൊന്നും പാലിക്കാതെ നാലാളുള്ളയിടത്തും സ്പീക്കറിൽ അട്ടഹസിക്കുന്ന സംസ്കാരം കൊണ്ട് പലയിടത്തു നിന്നും പലപ്പോഴും ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നവരായിരിക്കും എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ പലരും. ഇത്തരം വിഷയങ്ങൾ ഉണർത്തിക്കൊണ്ട്, അതുപോലെ പല്ലി, എലി, കൂറപ്പെട്ടകളും മറ്റു മാലിന്യങ്ങളും നിസ്കാരം ബാത്തിലാകുന്ന രൂപത്തിൽ വഹിക്കുന്ന നിലക്ക് കേബിളുകളും മറ്റുമെടുത്ത് കമീസിൽ പതിപ്പിക്കുന്നതും തിരുത്തിക്കൊണ്ടുള്ള ചില ഉപദേശങ്ങൾ കേൾക്കാറുണ്ടെന്നത് ശരിയാണ്. അത് ശ്രദ്ധിക്കപ്പെടേണ്ടതുമാണ്. അൽഹംദുലില്ലാഹ്, ഈ നിലക്ക് ഈ പരിപാടി എളുപ്പമാക്കി തന്ന അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിനെ 1000 വട്ടം സ്തുതിച്ചുകൊണ്ട്, ഇൻഷാ അല്ലാഹ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതും ഇത്തരത്തിലുള്ളതും തുടരാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന ഐക്യത്തിലും ഇണക്കത്തിലും യോജിപ്പിലും സ്നേഹത്തിലും കഴിയുന്ന മുഅ്മിനീങ്ങളായി നമ്മെയും സർവ്വ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി തരട്ടെ. സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.